സൗഖ്യമാണ്, വിടുതലാണ്, അനുഗ്രഹമാണ്. അബ്രാഹാം പിതാവ് മുന്നോട്ട് യാത്ര ചെയ്ത് കുഞ്ഞിനെ ബലിപീഠത്തിലേക്ക് കടത്തുമ്പോഴും ഒരു വിശ്വാസമുണ്ട്, ഇവന് പകരക്കാരനായി ദൈവം കുഞ്ഞാടിനെ തരും, ദൈവം തരുമെന്നുള്ള ആഴമായ വിശ്വാസം അവിടെ കടന്നു വരികയെ. കത്തിയെടുത്ത് കുത്താൻ ആരംഭിക്കുമ്പോഴും കുത്താൻ തയ്യാറാകുമ്പോഴും പ്രിയ ദൈവജനമേ, വിശ്വാസത്തിന്റെ വലിയൊരു ശക്തി അബ്രാഹത്തെ പിന്തുടരുന്നുണ്ട്. ആ വിശ്വാസം കൃപയായി തീരുക അരുത്. ദൈവം പറയുക, നീ ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്, ദൈവവചനത്തെ നീ ഭയപ്പെടുന്നുണ്ട്, ദൈവത്തിന്റെ സ്വരത്തെ നീ ഭയപ്പെടുന്നുണ്ട്, അത് അനുസരിക്കുവാൻ നീ തയ്യാറാകുന്നുണ്ട്. ഭയം എന്ന് പറഞ്ഞെന്താ? ദൈവവചനം അനുസരിക്കാനുള്ള വലിയ കൃപയാണ്. വചനം ലംഘിക്കുമ്പോൾ ദൈവരാജ്യം നഷ്ടപ്പെട്ടു പോകുമല്ലോ. ദൈവത്തിന്റെ വഴികളിൽ നിന്ന് വ്യതിചരിക്കുമ്പോൾ, ദൈവാനുഗ്രഹത്തിൽ നിന്ന് പോകുമ്പോൾ ആ കൃപ നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരുമല്ലോ എന്നുള്ള ആ വലിയൊരു ദൈവസ്നേഹത്തിന്റെ അവസ്ഥ. പ്രിയപ്പെട്ടവർ, അതാ ദൈവഭയം എന്ന് പറയുന്നത്. അവൻ പറയുന്നത് കേട്ട് അനുസരിക്കുമ്പോൾ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ നിന്നും നമ്മൾ അത് അന്യമായി പോകത്തില്ല. സൗഭാഗ്യം നമ്മൾ നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് 3 ദിവസം യാത്ര ചെയ്യുക. അവിടെ പ്രലോഭനം ഉണ്ടാകാം, പല ചിന്തകളുണ്ടാകാം. അവിടെയൊന്നും വ്യതിചലിക്കാതെ ദൈവത്തിന്റെ വചനത്തെയോ വാക്കുകളെയോ വ്യതിചലിക്കാതെ ആ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവം അബ്രാഹത്തോട് പറയുന്നേ, നീ വിശ്വസ്തനാണ്, നീ ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ വാക്കുകളെയും ദൈവത്തെ നീ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നീ ചെയ്യരുത് പകരക്കാരന്. നീ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുകയും ആ വചനത്തെ ഭയപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിന്റെ കാരുണ്യം നിനക്ക് അനുഭവിക്കുവാൻ ദൈവം കൃപ കൊടുക്കുകയാണ്. പകരക്കാരനായി ദൈവത്തിന്റെ കുഞ്ഞാടിനെ ദൈവം കൊടുക്കുകയാണ്. വിശ്വാസത്തിലൂടെയാണ് കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഒരു വ്യക്തിയുടെ വിശ്വാസം, ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള ആഴമായ വിശ്വാസം, ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസം നമ്മളിലേക്ക് കൃപയായി സൗഖ്യമായി ഒഴുകിയിറങ്ങുകയാണ്. ഇവിടെ കുറെ ആഴ്ച ഒന്നും ചേച്ചി എന്നെ സാക്ഷ്യം വായിച്ചില്ല. ചേച്ചി പറഞ്ഞ അറിയോ, എനിക്ക് ഒരു ശരീരത്തിൽ തളർച്ചയുണ്ടായി, കൂടെയുള്ളവരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ചേച്ചി വന്നോ, എനിക്ക് വരാൻ പറ്റത്തില്ല, എൻ്റെ ശരീരത്തിൽ പ്രശ്നമായി പോയില്ലേ, വരാൻ പറ്റിയില്ല. കുറച്ചുനാൾ കൂടിയപ്പോൾ പെട്ടെന്നൊരു രോഗപീഠ കടന്നു വരുക, പരിപൂർണമായ സൗഖ്യം കിട്ടിയെന്ന് പറയുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. കൂടെ ഉണ്ടായിരുന്നവര് ഈ ആലയത്തിലുള്ള ദൈവത്തിന്റെ മഹത്വത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ആ സൗഖ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരിയുടെ ശരീരത്തിലുണ്ടായിരുന്ന തളർച്ച ആ സഹോദരിയെ വിട്ടൊഴിഞ്ഞു പോയി, ശക്തി കടന്നു വരികയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ആ വ്യക്തിയിലേക്ക് കടന്നു വന്നപ്പോൾ ആ വ്യക്തി വിശ്വാസത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഖ്യത്തിന്റെ പൂർണ്ണതയായി കടന്നു വരിക. അവര് പ്രാർത്ഥിച്ച ആ വഴിയിലേക്ക് തന്നെ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അത് കാരണമായി തീരുകയാണ്. അപ്പൊ ഈ മുടന്തനെ കർത്താവ് ഈശോ സുഖപ്പെടുത്തിയപ്പോൾ ഈ മുടന്തൻ അവരെ വിട്ടുമാറിയില്ല. പത്രോസിനെയും യോഹന്നാനെയും കൂടെ ഈ മുടന്തനായ മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട്. അഭിഷേകം കിട്ടി, സൗഖ്യം കിട്ടിയാൽ മാത്രം പോരാ, അഭിഷേകോടെ കിട്ടണം. ഈ അഭിഷേകം കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നേ? ഈ അഭിഷേകത്തിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള ശുശ്രൂഷയിലൂടെ സൗഖ്യം അനുഭവിക്കുമ്പോൾ ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുവാനുള്ള ആ വലിയൊരു കാരുണ്യം നമ്മളിലേക്ക് കടന്നു വരുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ കൃപ നമുക്ക് കിട്ടുക. ഇവിടെ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 15 ദിവസം പുതിയൊരു അഭിഷേകത്തിലേക്ക്, പുതിയൊരു കൃപയിലേക്ക് നാം ഉയർത്തപ്പെടാൻ വേണ്ടി ഇങ്ങനെ പടിപടിയായിട്ട് ആത്മീയമായിട്ട് വളരുക. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ എൻ്റെ ഭവനത്തിൽ ആരംഭിച്ച 2-3 വ്യക്തികൾ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച ശുശ്രൂഷയാണ്. അത് ഭവനത്തിൽ അവിടെ നിറഞ്ഞു. 800ഓളം പേരെന്ന് അവിടെ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന് 8 വർഷം മുമ്പ്, 7 വർഷം മുമ്പ് 2 വർഷം അവിടെ പ്രാർത്ഥിച്ചു. വൈദികരുടെയൊക്കെ സാന്നിധ്യത്തോടുകൂടി പ്രാർത്ഥിച്ച് പ്രാർത്ഥന നടന്നേ. അത് ദേവാലയത്തിലേക്ക് പോകാൻ കർത്താവിന്റെ സന്ദേശം കിട്ടിയപ്പോൾ ദേവാലയത്തിലെത്തി. ഇന്ന് അത് രൂപതയുടെ പല ഭാഗങ്ങളിലേക്ക് ശുശ്രൂഷ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മളൊരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ അടുത്ത അച്ഛന്മാര്, വൈദികർ, ഒരു ദിവസത്തോടെ ഇങ്ങി വരാവോ, എല്ലാ മാസവും വന്ന് ശുശ്രൂഷ ചെയ്യാവോ എന്ന് ചോദിക്കുക. നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ അനന്തമായ സ്നേഹം ഭവനത്തിൽ നിന്ന് ആരംഭിച്ച് ഇടവക ദേവാലയത്തിലെത്തി രൂപതയുടെ പല സെന്ററുകളിലേക്കും സ്ഥലങ്ങളിലേക്കും പല ദേവാലയങ്ങളിലേക്ക് കടന്നു പോയി ആ രൂപത മുഴുവനും അഭിഷേകം കൊണ്ട് നിറയപ്പെടണം. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. പടിപടിയായിട്ട് വളരുക. ആത്മീയ ജീവിതം ഇതുപോലെ തന്നെയാണ്. ഓരോ ആഴ്ചകളിലും നിങ്ങൾ ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വലിയ വളർച്ചയുണ്ടാകണം.
ഭൗതികമായ വലിയ വളർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഇവിടെ വന്നിരിക്കുന്നവർക്കൊക്കെ അറിയാം, തുടർച്ചയായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ ഇവിടെ അവിടെയുള്ളൊരു സഹോദരൻ അച്ഛൻ്റെ മുമ്പിൽ വികാരിച്ചിന് മുമ്പിൽ വന്ന് നിൽക്കുക. ബ്രദറിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി ശുശ്രൂഷ അവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന, പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി മാറ്റം ഉണ്ടായി. 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളും ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഗ്രൂപ്പ് കുറേ ആണുങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ആലയത്തിൽ വരുന്നുണ്ട്. ഞങ്ങൾ മദ്യപാനം പരിപൂർണമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി. അവർ പറഞ്ഞൊരു കാര്യമാണ്. രണ്ടാമത്തെ സംഭവം എന്ന് പറയുമ്പോൾ, മ്ലേച്ഛമായ ഒരു സംസാരം പോലും ഞങ്ങളുടെ അധരത്തിൽ നിന്ന് അതിനുശേഷം ഉണ്ടായിട്ടില്ല. വിശുദ്ധ കുർബാനയുടെ ആ വലിയ മഹത്വം അവിടെ നാവില് വെളിപ്പെടുക. പ്രിയപ്പെട്ടവരെ, അശുദ്ധമായതൊന്നും സംസാരിക്കുവാൻ പിന്നീട് ഇതുവരെ ഇടവന്നിട്ടില്ല. അശുദ്ധമായതിനെ മുഴുവൻ നീക്കിക്കളയുന്ന പരിശുദ്ധ കുർബാനയുടെ അഭിഷേകമാണ് ഈ ദേവാലയത്തിലൂടെ, ഈ ശുശ്രൂഷയിലൂടെ ഓരോ ദൈവത്തിലേക്കും കടന്നു വരുന്ന. 5 വർഷമായിട്ട് ഇതുവരെ മദ്യപിച്ചിട്ടുമില്ല. മ്ലേച്ഛ സംസാരങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് മാറിപ്പോകും. ഞങ്ങളൊരു കുറേ പേരുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് എല്ലാ വെള്ളിയാഴ്ചയും കർത്താവിൻ്റെ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തും. കരമൊന്നുയർത്തി ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും ഹല്ലേലൂയ ഹല്ലേലൂയ സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. അഭിഷേകത്തിന്റെ പൂർണ്ണതയിൽ നിലനിൽക്കുവാനുള്ള വലിയ കൃപ ചോദിച്ച് പ്രാർത്ഥിച്ചേ. ഏതെല്ലാം പ്രതിസന്ധി വന്നാലും, ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, ഏതെല്ലാം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അപ്പുറത്തപ്പുറത്തൊക്കെ സംഭവിച്ചാലും കർത്താവിൻ്റെ മഹത്വത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ആ വലിയ വിശ്വാസത്തിൻ്റെ വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി സൗഖ്യദാതാവായ യേശുവിനെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? യേശുവേ നന്ദി, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ നടക്കുന്ന ശുശ്രൂഷയിലൂടെ എന്താ ലഭിക്കുന്നറിയോ? വിശുദ്ധിയെ കിട്ടുന്നത്. പാപം എല്ലാം ശരീരത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോകും. പ്രലോഭനം ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതിനെ അതിജീവിക്കുവാൻ ഓരോ ആഴ്ചയിലും ദൈവം ശക്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ബലി അർപ്പിക്കുമ്പോൾ ആ ബലിയുടെ അഭിഷേകം ശരീരത്തെ സ്വീകരിക്കുവാൻ ദൈവം വലിയ കാരുണ്യം കാണിക്കുകയും തീഷ്ണതയോടെ കർത്താവിൻ്റെ ആലയത്തിൽ കടന്നു വരും. പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകാതെ ഒരിക്കലും ദൈവത്തിൻ്റെ മഹത്വത്തിന് നമ്മളെ നിലനിൽക്കുവാൻ സാധിക്കത്തില്ല. അഭിഷേകം ചോർന്നു പോകും. ദൈവാനുഗ്രഹം നമ്മളിൽ നിന്ന് വിട്ടകന്നു പോകും. അതുകൊണ്ട് പറഞ്ഞു, വെള്ളിയിലോട്ടോ സ്വർണത്തിലോട്ടോ ഒന്ന് നോക്കി നിന്നാൽ നിനക്ക് സൗഖ്യം ഉണ്ടാകത്തില്ല. നസ്രായനായ യേശു ക്രിസ്തുവില് വിശ്വസിക്കാൻ പറയുകയാണ്. മർത്തിയോടും മറിയത്തോടും ഈശോ പറഞ്ഞെന്താ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ മഹത്വം കാണാം. വിശ്വാസം ഉണ്ടെങ്കിൽ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും, അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. വരണോ? ചില വ്യക്തികളെ ഈശോ സ്വപ്നം കാണിക്കും. രാത്രിയിൽ ഇവിടെ വന്നൊരു ശുശ്രൂഷയൊക്കെ കൂടി മടങ്ങിപ്പോയി ഇരിക്കുമ്പോൾ വലിയ പൈശാചിക ശക്തികളെ രാത്രി സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു. വീണ്ടും വിളിക്കാനൊരു പ്രേരണ. അപ്പോൾ വിളിക്കും, ബ്രദറെ ഇങ്ങനെ സാധനം കണ്ടു. വ്യക്തി ജീവിതത്തിന് മേലെ അവിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ മേഖലയിൽ അവിടെ നിലനിൽക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത്? കൃപ ഒഴുകി ഇറങ്ങുന്നില്ല. ദൈവത്തിന്റെ കാരുണ്യം അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ ഈ പാപം തടസ്സമായിട്ട് നിൽക്കുക. വെള്ളിയ സ്വർണ്ണോടെ നിപ്പുണ്ട്. അതുകൊണ്ട് അതിലേക്കല്ല നോക്കേണ്ടത്, ഞങ്ങളിലേക്ക് നോക്കുക. അപ്പസ്തോലന്മാരുടെ ആഴമായ വിശ്വാസത്തിലേക്ക് നാം നോക്കുമ്പോൾ പ്രിയ ദൈവജനമേ, അത് ക്രിസ്തുവിലേക്കുള്ള ആ വലിയ ആഴമായ ബന്ധം ദൈവത്തിലേക്കുള്ള വഴിയാണ്. അപ്പസ്തോലന്മാരിലേക്ക് നോക്കിക്കൊണ്ട്, അവരുടെ വിശ്വാസത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ദൈവജനമേ, ക്രിസ്തുവിന്റെ ആ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. ഈശോ അനേകരെ അപ്പസ്തോലന്മാരിലൂടെ സുഖപ്പെടുത്തിയെങ്കിലും സൗഖ്യപ്പെടുത്തിയെങ്കിലും വിടുതൽ കൊടുത്ത് അനുഗ്രഹിച്ചെങ്കിലും ആ സാന്നിധ്യം എന്നിലേക്ക് കടന്നു വരികയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം. എന്നിട്ട് എന്നിലൂടെ എന്ത് സംഭവിക്കുന്നത്? സൗഖ്യം എന്നിലൂടെ മറ്റുള്ളവർക്ക് കിട്ടും. ഓരോ ക്രിസ്ത്യാനിയിലും ദൈവം വസിക്കുക. പ്രിയ ദൈവജനമേ, അനേകം വ്യക്തികളെ സുഖപ്പെടുത്തുവാൻ ദൈവം ഒരു ജനതയെ തന്നെ അവിടുന്ന് ഒരുക്കിയെടുത്തിരിക്കുക, ഇസ്രായേൽ മക്കളെ. അവരിലൂടെ അനേകം വിജാതിയരിലേക്ക് ദൈവത്തിന്റെ കൃപ ഒഴുകിയിറങ്ങുവാൻ വേണ്ടി ദൈവം ഇസ്രായേലിനെ വേർതിരിച്ചു നിർത്തി ഇന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ഒരു വേർതിരിവുണ്ടായി, മുടന്തിനൊരു മാറ്റം ഉണ്ടായി. വേർതിരിച്ച് ആ മുടന്തിനെ പത്രോസും യോഹന്നാനോട് ചേർന്ന് എന്ത് ചെയ്തേ? അവനെ വേർതിരിച്ചു. അവന്റെ ആസക്തികളാൽ കലുഷിതമായ ജീവിതത്തെ ദൈവത്തിന്റെ കാരുണ്യത്തോട് ചേർത്ത് വെച്ചപ്പോൾ അവന് യാചിച്ചിരിക്കേണ്ട വല്ല ഗതികേടുണ്ടോ?
അവൻ സൗഖ്യം പ്രാപിച്ചെങ്കിൽ അവന് ജോലി ചെയ്ത് അവൻ അധ്വാനിച്ച് അധ്വാനത്തിന്റെ ഫലം കൊണ്ട് അവൻ അനുഭവിക്കാനുള്ള വൻ കൃപ കർത്താവ് കൊടുക്കുകയാണ്. ബലഹീനതകളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യം അവിടെ പ്രകടമാക്കുകയെ കരമൊന്നുയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ നന്ദി. അവർ അവരെ പിടികൂടി സന്ധ്യ ആയതുകൊണ്ട് അടുത്ത ദിവസം വരെ കാരാഗൃഹത്തിൽ സൂക്ഷിച്ചു. അവരുടെ വചനം കേട്ടവരിൽ അനേകം പേർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളമായി. അവിടെ സൗഖ്യം സംഭവിച്ചപ്പോൾ വിശ്വാസത്തിലൂടെ വിശ്വാസികളുടെ സമൂഹം 5000-ആയി വർദ്ധിച്ചു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സൗഖ്യം സംഭവിച്ചു. ആരവിടെ സുഖപ്പെടുത്തിയേ? നസ്രായനായ യേശുവാണ് അവിടെ സുഖപ്പെടുത്തിയത്. പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവാണ് അവിടെ സൗഖ്യപ്പെടുത്തിയത്. ജീവനുള്ള ദൈവം അപ്പത്തിലേക്ക് ഇറങ്ങി വന്നവൻ സൗഖ്യമായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുക. 5000-ഓളം പേര് സുഖം പ്രാപിക്കുക. ആത്മീയ അഭിഷേകത്തിലേക്ക് 5000 പേരോളം കടന്നു ഒറ്റ സൗഖ്യത്തിലാണ്. ഒരു മുടന്തൻ അവന്റെ കൈകാലുകളിൽ ആ കാലിലെ ബലക്കുറവ് അല്ലെങ്കിൽ അവിടെയുള്ള ബലഹീനത മാറ്റപ്പെട്ടത് കണ്ടപ്പോൾ 5000 വിശ്വാസികൾ അവിടെ ഒരുമിച്ച് കൂടുക. വിശ്വാസ പൂർണ്ണതയിലേക്ക് 5000 പേര് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഓരോ സൗഖ്യവും എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ വ്യക്തി ജീവിതങ്ങളെയും വിശ്വാസത്തിലേക്ക് ഉയരുവാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ധ്യാനിക്കാൻ പോയി. ആ സമയത്ത് എൻ്റെ തൊട്ടടുത്തിരുന്ന ആളുടെ കൈ ഇങ്ങനെ മടങ്ങിയിരിക്കുക. അദ്ദേഹത്തിന്റെ കൈ പൂർണ്ണമായി കൈകാലം മറ്റേതിങ്ങനെ മടങ്ങിയിരിക്കുക. എല്ലാ വിരലുകളും ഇങ്ങനെ മടങ്ങിയിരുന്ന് അത് വർഷങ്ങളായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുക. ഇദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിച്ചപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് വലിയ അഭിഷേക ശരീരത്തിലേക്ക് വ്യാപരിച്ചപ്പോൾ ഈ കൈകാലുകൾ കൈയുടെ ഓരോ വിരലുകളും നൂരാൻ തുടങ്ങി. ശരിയായി, കൈ ശരിയായി. എന്തിനു വേണ്ടിയാ? ആ വ്യക്തിക്ക് വിശ്വാസം കൊടുക്കാനുണ്ടോ? തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ അവിശ്വാസത്തെ വിശ്വാസ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം എൻ്റെ തൊട്ടടുത്ത് കൊണ്ടേയിരുത്തി സൗഖ്യം കൊടുത്ത് എന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയാണ്. അതിൻ്റെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം, തൊട്ടടുത്തിരുന്ന വ്യക്തിയെ ഈശോ സുഖപ്പെടുന്നത് നഗ്നനേത്രം കൊണ്ട് കാണുകയാണ്. ഓരോ സൗഖ്യത്തിനു വേണ്ടിയാ? ഓരോ വിശ്വാസിയുടെയും വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടിയിട്ടാണ് കർത്താവിന്റെ കാരുണ്യം അവിടെ പ്രകടമാകുന്നു, വ്യക്തമാക്കുന്നത് കൊണ്ടാണ്. വിശ്വാസം വർദ്ധിക്കപ്പെടാൻ വേണ്ടിയ കരങ്ങൾ ഉയർത്തി, കർത്താവേ, ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കണ്ടുവരെ ഞങ്ങൾ ആ വിശ്വാസം പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. കർത്താവേ, ഈ തിരുമണിക്കൂറിൽ വിശ്വാസത്തിന്റെ വലിയ അഭിഷേകം നൽകിക്കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്നൊന്ന് വിളിക്കാമോ? യേശുവേ നന്ദി, ഹല്ലേലൂയ. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറുസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യാഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരെ അവർ തങ്ങളുടെ മധ്യത്തിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, എന്ത് അധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധികാരികളെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സത്പ്രവൃത്തിയെക്കുറിച്ചാണ് എന്ത് മാർഗം ഉപയോഗിച്ച് ഞങ്ങൾ ആ മനുഷ്യനെ എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്. നസ്രായനായ യേശുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ സൗഖ്യം കൊടുത്തത്. അവിടെ സംഭവിച്ചെന്താ? യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാലാണ് അവിടെ സൗഖ്യം സംഭവിച്ചത്. അധികാരമുള്ള നാമം, സൗഖ്യം നൽകുന്ന നാമം, ആ നാമത്തിന് തിരുവചനത്തിന്റെ ശക്തിയാലാണ് ആ രോഗി സുഖം പ്രാപിച്ചത്. ഇവിടെ സൗഖ്യം സംഭവിക്കുന്ന എപ്പോഴാ? തിരുവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ, വചനമായി ക്രിസ്തു അപ്പത്തിന്റെ രൂപത്തില് നമ്മുടെ ശരീരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, ഈ വചനം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള തിരുവചനം നമ്മുടെ ശരീരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ വചനം നമ്മളിൽ ജീവിക്കാൻ തുടങ്ങുകയാണ്. ആ വചനത്തിന്റെ ശക്തിയാലാണ് ഞാനും നിങ്ങളും സൗഖ്യം പ്രാപിക്കുന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
യേശുവേ നന്ദി. പത്രോസ് വീണ്ടും പറയുക, നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രായനായ യേശുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പത്രോസിന് ധൈര്യം വരികയാണ്. എപ്പോഴും ധൈര്യം കിട്ടിയേ? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിന് ധൈര്യം കിട്ടുകയാണ്. നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന നസ്രായനായ യേശുനാഥൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാലാണ് ഈ സഹോദരൻ സൗഖ്യം പ്രാപിച്ചത്. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാലാണ് ഈ മുടന്തൻ സൗഖ്യം പ്രാപിച്ചതെന്ന് ആത്മാവിൽ നിറഞ്ഞ് പത്രോസ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സൗഖ്യം സംഭവിക്കണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം? ആത്മാവിൽ നിറഞ്ഞ് വചനത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, വചനം പ്രഘോഷിക്കൽ, വചനം നാവിലൂടെ ഉരുവിടാൻ തുടങ്ങുമ്പോൾ, ഭവനങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം, ഉദ്ധാനത്തിന്റെ അഭിഷേകം കടന്നു വരുമ്പോൾ അവിടെ വലിയ വളർച്ച, ഉയർച്ച അവിടെ സംഭവിക്കുകയാണ്. ഉദ്ധാനത്തിന്റെ അഭിഷേകം വരുമ്പോൾ, ഉയർപ്പിന്റെ അഭിഷേകം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? അവിടെ വലിയ അഭിവൃദ്ധി, ഉയർച്ച ഉണ്ടാവുകയാണ്. വചനത്തെ വിശ്വസിക്കുമ്പോഴാണ്. ഇവിടെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ അല്ല നമ്മൾ പോകേണ്ടേ. വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തിൽ ജീവിതം ആരംഭിക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. ആ വചനത്താൽ നമ്മൾ രക്ഷ പ്രാപിക്കുക, വചനത്തിന്റെ ശക്തിയാൽ നാം രക്ഷ പ്രാപിക്കുക. അപ്പൊ വചനത്തിന്റെ ശക്തി, അവരെ വചനം ഉപയോഗിച്ച് സുഖപ്പെടുത്തിയ നസ്രായന യേശുവിന്റെ നാമത്തിന്റെ ശക്തി അവരുരുവിട്ടപ്പോൾ ആ അത്ഭുത ശക്തിയാണ് ആ മുടന്തനായ രോഗിയെ സുഖപ്പെടുത്തിയത്. കാൽവരിയിൽ 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരി മലയുടെ നെറുകയിൽ 3 ആണികളാൽ തൂങ്ങിക്കിടക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാലാണ് ഈ മുടന്തൻ സൗഖ്യം പ്രാപിച്ചത്. കാരണം എന്താ? ഇവന്റെ പാപങ്ങളും ഇവന്റെ അവിശ്വാസവും ഇവന്റെ അന്ധവിശ്വാസങ്ങളും ഇവന്റെ ദ്രവ്യാസക്തിയെല്ലാം ഈശോ 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരി മലയുടെ നെറുകയിൽ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞതാണ്. എന്റെയും നിങ്ങളുടെയും അവിശ്വാസവും അന്ധവിശ്വാസവും പാപബന്ധനങ്ങളും രോഗപീഠകളും എല്ലാം 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരി മലയുടെ നെറുകയിൽ ഈശോ ഏറ്റെടുത്തുകൊണ്ട് സൗജന്യമായി അവിടുത്തെ നാമത്തിന്റെ ശക്തിയാൽ രക്ഷ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ബലിയുടെ ശക്തിയാൽ ഇന്ന് നമുക്ക് സൗഖ്യം അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുക. ഓരോ ബലിയിലും അവിടുന്ന് നമ്മെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നമ്മൾ അറിയുന്ന പോലും ഇല്ല. ഓരോ കുർബാന സ്വീകരണത്തിലും നമ്മൾ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ കുർബാനയിലും നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ കുർബാനയിലും ദൈവത്തിന്റെ വചനമായി നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ വലിയ അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ വിശ്വാസത്തിലായിരിക്കണം. കുർബാനയിലുള്ള ആഴമായ ദൈവവചനത്തിലുള്ള ആഴമായ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരാതെ നമുക്കൊരിക്കലും പൂർണ്ണത കിട്ടത്തില്ല. കാനാൻ ദേശം അനുഭവിക്കാൻ സാധിക്കത്തില്ല. പാപം വെളിപ്പെടണം. നല്ല കള്ളന് പാപം മുഴുവൻ വെളിപ്പെട്ടു. ഈശോയെ, ഞാൻ യോഗ്യനാ അയോഗ്യനാ, നീയോ ഒരു പാപം പോലും ചെയ്തിട്ടില്ല, നീ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല. അപ്പൊ അപ്പുറത്ത് കിടന്ന് ആക്രോശിച്ചവരെന്ന് പറഞ്ഞു, നിനക്ക് എന്തു അറിഞ്ഞുകൊണ്ട് നീ ഇതൊക്കെ പറയുന്നേ? അവൻ കയറി കുരിശിൽ കിടക്കുന്നത് എനിക്കും നിനക്കും വേണ്ടിയാ. നല്ല കള്ളൻ അവിടെ പറയുക, മറ്റവന് മനസ്സിലാകുന്നില്ല, അവന് തിരിച്ചറിവ് കിട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിവ് കിട്ടാത്തവരെ കുറിച്ച് ദൈവം പറയും. അപ്പൊ നമ്മൾ എന്ത് പറയുന്നേ? ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ദൈവമേ നീ കരുണ കാണിക്കണമേ. തിരിച്ചറിവില്ലാത്ത ഒത്തിരിയേറെ മക്കളുണ്ട്. പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം ചൊരിയുന്ന വലിയ കാരുണ്യത്തെ അനുഭവിക്കാത്ത ഒത്തിരിയേറെ മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വീകരിക്കുന്നുണ്ട്, അവനെ ബഹുമാനിക്കുന്നത് പോലുമില്ല എന്ന് യേശയ്യ പറയുകയാണ്. കുർബാന സ്വീകരിക്കുന്നുണ്ട്, ഉള്ളിലോട്ട് വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ ബഹുമാനിക്കുകയാണെങ്കിൽ പാപത്തിന്റെ മ്ലേച്ഛതയിലൂടെ നാം കടന്നു പോകുമോ? അതുകൊണ്ട് യേശയ്യ പ്രവാചകൻ പറഞ്ഞു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്രിക്കാൻ കൊണ്ടുപോകുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ നിശബ്ദനായി നിന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറയാം. അവനൊന്നും ഉരിയാടിയില്ല, അവൻ നിശബ്ദനായിരുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപമോചനത്തിന്റെ ആ വലിയ അഭിഷേകം, ആമോദീസ നമുക്ക് നൽകുവാൻ വേണ്ടി അവൻ നിശബ്ദനായി അവൻ കാൽവരി മലയിലൂടെ കടന്നു പോകുകയാ. രക്ഷയുടെ പൂർണ്ണത എനിക്കും നിങ്ങൾക്കും നേടിത്തരുവാൻ വേണ്ടി രോമൻ കത്രിക്കം കൊണ്ടുവന്ന് കുഞ്ഞാടിനെ പോലെ അവൻ നിഷ്കളങ്കനായി നിശബ്ദനായി അവൻ കടന്നു പോകുകയാ. എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയ ദൈവജനമേ, അവനെ സ്വന്തമാക്കുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന്
ബലഹീനതകള്, എൻ്റെ ജീവിതത്തിൽ തകർച്ചകള്, എൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രതിസന്ധികള്, പ്രതിബന്ധങ്ങള് എൻ്റെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോവുകയാണ്. പത്രോസിനെയും യോഹന്നാനെയും ഒന്നും ബന്ധനത്തിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. കാരണം മുടന്തനായ മനുഷ്യൻ, സൗഖ്യം പ്രാപിച്ചവൻ ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്നു കണ്ടപ്പോൾ ഇവർ ദൈവത്തെ അവര് ഭയപ്പെടുകയാണ്. അതുകൊണ്ട് ജനത്തെ ഭയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവിടെ അവരുടെ തിന്മ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഭയത്തിന്റെ അരൂപി വ്യാപരിക്കപ്പെട്ട ഭയം കടന്നു വന്നപ്പോൾ അവർക്ക് ഇവരെ ബന്ധനത്തിലാക്കുവാൻ പിന്നീട് സാധിക്കുന്നില്ല. കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മഹത്വം നമ്മുടെ ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടി സ്വരമുയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരേ, കൃപ വർഷിക്കപ്പെടുക, ആത്മാവും നിറഞ്ഞ് ഇവര് തിരിച്ച് മോചിതരായി ഇവരുടെ കൂടെ ആയിരുന്ന ആ ജനത്തിന്റെ സമൂഹത്തിന്റെ അടുത്തേക്ക് ഇവർ കടന്നു ചെല്ലുകയും അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 23 മുതൽ തിരുവചനം. മോചിതരായി ഇവര് സമൂഹത്തിലെത്തി. പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, നാഥ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാ മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളിച്ചെയ്തിട്ടുണ്ടല്ലോ, വിജാതിയർ രോഷാകുലരാകുന്നതിന്, ജനതകൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നതിന് കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ വിശുദ്ധദാസനായ യേശുവിനെതിരെ ഹെറോദേസും പന്ത്യോസ് പിലാത്തോസും വിജാതിയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി അവിടുത്തെ ശക്തിയും ഹിതമനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരം നീട്ടണമേ. കരമുയർത്തി പത്രോസിന്റെയും യോഹന്നാന്റെയും അവിടെ കൂടിയിരുന്ന വിശ്വാസികളുടെ ആ സമൂഹത്തോടും ചേർന്നുകൊണ്ട് കരങ്ങളുയർത്തി തിരുവചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക്, ഞങ്ങളുടെ ആത്മാവിലേക്ക്, സന്ധിബന്ധങ്ങളിലേക്ക്, മജ്ജയിലേക്ക്, മാംസത്തിലേക്ക്, രക്തത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം, തിരുവചനത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ വചനം പൂർണ്ണമായി ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുക. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. അഭിഷേകം വ്യാപരിക്കട്ടെ. സ്വരമുയർത്തി ഈശോയെ ഒന്ന് വിളിക്കാമോ? നസ്രായനായ യേശുവിനെ ഒന്ന് വിളിക്കാമോ? നമുക്ക് വേണ്ടി കാൽവരിയില് ബലിയായി തീർന്ന രക്ഷകനായ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? ധൈര്യത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? സർവശക്തനായവനെ എല്ലാവരും ചേർന്നൊന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? യേശുവേ നന്ദി, ഹല്ലേലൂയ. ഇവിടെ ദൈവം ചൊരിയുന്ന ആ വലിയ കാരുണ്യം, അവരെ അപ്പസ്തലന്മാരെ അവിടെ വിചാരണ ചെയ്തു, അവരെ തടവിലാക്കാൻ പറ്റിയോ? അവർ ധൈര്യപൂർവ്വം വന്ന് കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളോട് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി അവരെല്ലാവരും ഒന്നു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ വചനം പ്രഘോഷിക്കുവാൻ, എങ്ങനെ വചനം പ്രഘോഷിക്കാനാ? ധൈര്യപൂർവ്വം ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാനുള്ള ദൈവത്തിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുക. ഏക മനസ്സോടെ, ഒരേ മനസ്സോടെ. ഇപ്പൊ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിക്കുന്ന എങ്ങനെയുള്ളവരാ? ഒരേ മനസ്സുള്ളവരാ ഇന്ന് ഈ കർത്താവിന്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടിക്കുന്നവർ. വിശ്വസ്തതയുള്ളവരാ, ദൈവസ്നേഹമുള്ളവരാ. ചില ചെറിയ കൂട്ടായ്മകൾ ഇങ്ങനെ കാണാം. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന വ്യക്തികളാണെങ്കിൽ ആ കൂട്ടായ്മ എങ്ങനെയുള്ള കൂട്ടായ്മ ആയിരിക്കും അറിയോ? ഈ കുറ്റം പറച്ചിലിന്റെ കൂട്ടായ്മയായിരിക്കും.
ഏതെല്ലാം തഴക്കദോഷങ്ങളിലുള്ളവരാണോ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്, ആ തഴക്കദോഷങ്ങളൊക്കെ ഉള്ളവരെ ഒരുമിച്ച് കൂടുന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ വചനമായി ജീവിക്കുന്ന വ്യക്തികളുടെ ആ ഒരു കൂട്ടായ്മയാണെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ആരുടെ ചലനം ഉണ്ടാവും? പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം അവിടെ ഉണ്ടാവുകയാണ്. അവരാത്മാവിൽ നിറഞ്ഞ് അവർ പ്രവർത്തിക്കുമ്പോൾ അവിടെയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അവിടെ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും പകയും ഒക്കെ നിറഞ്ഞ് ദ്രവ്യാസക്തിയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണെങ്കിൽ പ്രിയ ദൈവജനമേ, അവിടെ എന്ത് സംഭവിക്കുന്നേ? അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ പൈശാചികമായ പീഡ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ ആയിരിക്കുവാനാ സ്വർഗം ആഗ്രഹിക്കുന്നത്? ആത്മാവിൽ നിറഞ്ഞ വ്യക്തികളായി തീരുവാൻ. സ്റ്റെഫാനോസിനെ കല്ലെറിയുന്ന അപ്പസ്തോല പ്രവർത്തനത്തിനകത്ത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്റ്റെഫാനോസിനെ കല്ലെറിയുമ്പോൾ കല്ലിലേക്ക് സ്റ്റെഫാനോസ് നോക്കുന്നില്ല. ആദ്യത്തെ രക്തസാക്ഷിയെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞു, പത്രോസിലേക്ക് എങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അഭിഷേകം സ്റ്റെഫാനോസിലേക്ക് പകർന്നപ്പോൾ അത് ക്ഷമയുടെ ഏത് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടാലും അവിടെ എല്ലാം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അവിടെ വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. അവിടെ ആത്മാവിൽ നിറഞ്ഞ് അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ അത്ഭുതം അവരുടെ മുമ്പിൽ വെളിപ്പെടുകയും. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ പിടിച്ചിടുന്നുണ്ട്. അവിടെയെല്ലാം പ്രാർത്ഥനയുടെ വലിയ അഭിഷേകത്തിൽ അവിടെ വൈരാഗ്യത്തിന്റെ വെറുപ്പിന് ഇതെങ്ങനെ തകർക്കാം? ഇവിടെ ഒരു പ്രശ്നമെന്ന് നമ്മളെ അവനെ എങ്ങനെ നേരിട്ട് അവനെ തകർത്ത് കളയാൻ പറ്റും? പിന്നെ അതിനുവേണ്ടി രാവും പകലും തിന്മ ഹൃദയത്തിൽ നിരൂപിച്ചുകൊണ്ടിരിക്കുക, തിന്മ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ തിന്മ ചിന്തിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് എനർജിയിലേക്ക് പ്രവേശിക്കും. ഇവിടെ ഈ നെഗറ്റീവ് എനർജിയിലൂടെ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം എന്നായിട്ട് മാറുക? നെഗറ്റീവായിട്ട്, തകർച്ചയായിട്ട്, അത് ദുരിതമായിട്ട്, ദുരന്തമായിട്ട്, തകർച്ചകളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആത്മാവിൽ നിറഞ്ഞ് ചെയ്യുന്നൊരു പ്രവൃത്തിയാണല്ലോ. ഏത് അവസ്ഥയിലേക്ക് നമ്മളെ ഒരുത്തം പീഡിപ്പിക്കുകയാണ്, ഒരു വ്യക്തി പീഡിപ്പിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നമ്മൾ സ്വരമുയർത്തി ദൈവസന്നിധിയിൽ ആ വൈരാഗ്യം വെറുപ്പൊന്നും ഇല്ലാതെ വിദ്വേഷമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വലിയ അത്ഭുതം, അവിടെ ചില മാനസാന്തരം ഉണ്ടാകും. ആ വ്യക്തിയുടെയൊക്കെ വലിയ മാനസാന്തരത്തിലേക്ക് ആ വ്യക്തി കടന്നു പോകുമ്പോൾ അതൊരു ഒറ്റ സമൂഹമായിട്ട് തീരുകയാണ്. അയൽവാസിയായിട്ട് ശത്രുതയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ആ ശത്രുതയുടെ അവിടെ ഇരിക്കുന്ന ദുരാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ട് ഈ ദുരാത്മാവിന് പ്രവർത്തിക്കുക, രണ്ട് കുടുംബത്തിലും പ്രവർത്തിക്കാൻ തക്കവിധം ഇതിനെ രണ്ട് കുടുംബത്തെയും നമ്മൾ അവിടെ സജ്ജീകരിച്ച് കൊടുക്കും. എങ്ങനെയൊക്കെ ഇവൻ കയറി പ്രവർത്തിക്കും. അവിടെ കൊലപാതകവും വൈരാഗ്യവും വെറുപ്പും ഉണ്ടാവും, പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവുകയും. ഇതല്ല വരണ്ടേ? ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിനെ നേരിടണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അങ്ങോട്ട് നോക്കിയ പ്രശ്നമോ? ജോബിന്റെ ജീവിതത്തിലെ പ്രശ്നം ഉണ്ടാകുമ്പോൾ കാരണം എന്താ? ഒരു തിന്മയുടെ സ്വാധീനം ജോബിന്റെ ജീവിതത്തിലേക്ക് കയറിപ്പോരുവാൻ ദൈവം അനുവദിക്കുക. ആ ജോബിന്റെ ജീവിതം നമ്മെ എന്താ പഠിപ്പിക്കുന്നറിയുമോ? ഏത് ആത്മീയ നിറവിൽ നിൽക്കുമ്പോഴും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിലേക്ക് നോക്കാതെ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ മഹത്വം എന്നിലേക്ക് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ മഹത്വം ഇരട്ടിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ? അതുകൊണ്ട് ഏലീഷ ചോദിക്കുന്ന ഏലിയായോട്, ഇരട്ടി തരാവോ? ഇരട്ടിപ്പങ്ക് അഭിഷേകം, ഇന്ന് ഉള്ളതിൻ്റെ ഇരട്ടി അനുഗ്രഹം, ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിരിക്കുന്നതിൻ്റെ ഇരട്ടി ദൈവാനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് തരാമോ എന്ന് ചോദിക്കുക. കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും ഹല്ലേലൂയ. ഇന്നുള്ളതിൻ്റെ ഇരട്ടി ദൈവാനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. സ്വരമുയർത്തി യേശുവെന്നൊന്ന് വിളിക്കാമോ? പത്രോസ് എഴുതിയ ലേഖനം 1-ാം ലേഖനത്തിന്റെ 21 മുതൽ 21 തിരുവചനം ഇപ്രകാരം പറയാം: അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൽ അവൻ മൂലം നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ ആയിരിക്കുകയും ചെയ്യുക. നമ്മൾ അവനിൽ വിശ്വസിച്ചുകൊണ്ടാണ്, ദൈവം ഉയർപ്പിച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, ഉദ്ധാനം ചെയ്തവനിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മുഴുവൻ ഉയർപ്പിന്റെ അഭിഷേകവും നമ്മളിന്ന് പകരം നമ്മൾ കാണുന്നത്, നമുക്ക് മുമ്പേ അവൻ പോകുകയാണ്. ദൈവ സാന്നിധ്യത്തിന്റെ ആ വലിയ അഭിഷേകത്തിന്റെ പൂർണ്ണത അനുഭവിക്കാൻ നമുക്ക് സാധിക്കുക. ഉയർപ്പിച്ചവൻ നമ്മുടെ മുമ്പേ, ദൈവം ഉയർപ്പിച്ച യേശു നമ്മുടെ മുമ്പേ പോകുകയും
അപ്പൊ അവിടെ എന്തെങ്കിലും അയൽവാസിയായിട്ട് പ്രശ്നം ഉണ്ടായാൽ ആരും മുമ്പേ പോകണ്ടേ? ജീവിത പങ്കാളി മദ്യഷാപ്പിലേക്ക് കടന്നു പോകുമ്പോൾ, ഭാര്യ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഈ പ്രശ്നത്തിന് മുമ്പ് ആരാ പോകണ്ടേ? നസ്രായനായ യേശു, അവന്റെ നാമത്തിന് ശക്തി ഇതിനു മുമ്പേ പോവുകയാണ്. മദ്യപിച്ച് ഒത്തിരി നാൾ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചു, എന്തേലും കാണിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കൃപ നിറയുന്നില്ല. ആത്മാവിൽ നിറഞ്ഞ് ഈ സഹനത്തിനപ്പുറത്ത് രക്ഷ കാണുവാനുള്ള ആ വലിയ തീഷ്ണതയോടെ ഉയർത്തെഴുന്നേറ്റവനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവം ആ വ്യക്തിയെ സുഖപ്പെടുത്തും. കരമുയർത്തി വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി യേശുവെന്ന് വിളിച്ചേ. യേശുവേന്ന് വിളിച്ചേ. സ്വരമുയർത്തി വിളിച്ചേ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 18 മുതൽ തിരുവചനം, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾ ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട നശ്വരമായ വെള്ളിയോ സ്വർണ്ണോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നു. കറയോ കളങ്കമില്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ അഭിഷേക രക്തം കൊണ്ടത്രേ. പിതാക്കന്മാരുടെ പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് വെള്ളിയോ സ്വർണ്ണോ ഒന്നും കൊടുത്തിട്ടല്ല. കുഞ്ഞാടിൻ്റേതുപോലുള്ള യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ അഭിഷേക രക്തത്താലാണ് ദൈവം നിങ്ങളെ വീണ്ടെടുത്തത്. ദൈവപുത്രന്റെ രക്തത്താലാണ് അവൻ നമ്മളെ വീണ്ടെടുത്തത്. വെള്ളിയോ സ്വർണ്ണോ ഒന്നും കൊടുത്തിട്ടല്ല. ദൈവം രക്തം ചിന്തി നമ്മെ വിലയ്ക്ക് വാങ്ങിയതാ. സഹനം ഉണ്ടാകുമ്പോൾ എന്തിന്റെ ആരംഭം? വലിയ ദൈവാനുഗ്രഹത്തിന്റെ ആരംഭമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകൾ അല്ലെങ്കിൽ വേദനിക്കുന്ന സംഭവങ്ങൾ അതിനപ്പുറത്തുള്ള മഹത്വം. നമ്മളിന്ന് വേദന വരുമ്പോൾ കരയാൻ തുടങ്ങും, വിഷമിക്കാൻ തുടങ്ങുക, കണ്ണുനീരൊഴുക്കാൻ തുടങ്ങും, വിളിക്കാൻ തുടങ്ങും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഭയങ്കര വിളിയാണ്. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ആർക്കാ മഹത്വം കണ്ടേ? നമുക്ക് ഓരോരുത്തർക്ക് മഹത്വം കണ്ടേ. അപ്പൊ ആ സഹനത്തിലൂടെ കർത്താവ് ആരെ കൊണ്ടുപോകും? നമ്മെ കൊണ്ടുപോവുക. ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങി ദൈവത്തിന്റെ മഹത്വത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ നിറവ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. പരിശുദ്ധി അമ്മ ഗെത്സമൻ തോട്ടത്തിൽ നിന്ന് ഈശോ പുറത്തു വന്ന് ഒറ്റിക്കൊടുത്ത് ഈശോ മുന്നോട്ട് നീങ്ങി പടയാളികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ കന്യാമറിയം പുറകെയുണ്ട്, അമ്മ പുറകെ നടക്കുന്നുണ്ട്. ഓരോ ചാട്ടമാറടിയുടെ ശബ്ദവും അമ്മ കണ്ട് അനുഭവിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുക. അവിടെ പതർച്ചയില്ല പ്രിയപ്പെട്ടവരെ, അവിടെ വേദന അനുഭവമില്ല. അതിനപ്പുറത്ത് ദൈവത്തിന്റെ മഹത്വം കാണുക. ഉയർത്തെഴുന്നേറ്റവനെ, ഈശോയെ കാണുക, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പരിശുദ്ധ കന്യാമറിയം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുക. അപ്പൊ അമ്മയുടെ അഭിഷേകം കിട്ടുന്നത് തൻ്റെ മകനെ തൻ്റെ ഉദരത്തിൽ ജനിച്ച് പുറത്തു വന്ന് താൻ വളർത്തിയെടുത്ത ആ പൊന്നോമന മകനെയാ പടയാളികള്, വിജാതീയര് ചാട്ടവാറുകൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ച് ഭാരമുള്ള കുരിശുമരമെടുത്ത് തോളിൽ വെച്ച് അതെടുക്കാൻ വഹിക്കാൻ പറ്റാതെ 3 പ്രാവശ്യം അവൻ കുരിശോടുകൂടി നിലത്ത് വീഴുമ്പോഴും പരിശുദ്ധി അമ്മ പതറുന്നില്ല. അമ്മ മുന്നോട്ട് യാത്ര ചെയ്യുക. ധൈര്യത്തിന്റെ ആത്മാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ കന്യാമറിയം രക്ഷാകര പദ്ധതിയുടെ പൂർണ്ണതയിൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ആ യാത്രയിൽ വേദനയില്ല, ദുഃഖമില്ല, നിരാശയില്ല, ആകുലതയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മുന്നോട്ട് യാത്ര ചെയ്ത പരിശുദ്ധ കന്യാമറിയം കണ്ടത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? സഹനത്തിന്റെ മധ്യത്തില് ഉയർത്തെഴുന്നേറ്റവനെ കാണുവാനുള്ള ഉന്നതമായ അഭിഷേകം ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ കണ്ട് അനുഭവിക്കുവാനുള്ള വൻ കൃപയ്ക്ക് വേണ്ടി ഒന്ന് കരമുയർത്തി വിശ്വാസത്തോടെ വിശ്വാസികളുടെ സമൂഹം ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തനായവനെ വിളിക്കാമോ? യേശുവേ നന്ദി, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സഹനത്തിലൂടെ കടന്നു പോകാതെ രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കത്തില്ല. സഹനത്തിലൂടെയാ നമ്മൾ കടന്നു പോകണ്ടേ. പ്രാർത്ഥിച്ച് യേശു വെളിപ്പെടുത്തും.
കഴിഞ്ഞ ദിവസം ശുശ്രൂഷയിൽ നമ്മൾ 15 ദിവസം ഉപവാസം എടുത്തപ്പോൾ ജീവിത പങ്കാളിയുടെ അമ്മായിയമ്മയ്ക്ക് പെട്ടെന്ന് പനി പിടിച്ചു. എന്ത് രോഗമാണെന്നറിയത്തില്ല. ഡോക്ടർമാരെല്ലാം മാറി മാറി ചെക്ക് ചെയ്തു. അപ്പം ഇവിടുന്ന് എല്ലാ ഡോക്ടേഴ്സും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഒന്ന് ഇത് നോക്കിയിട്ടൊന്നും കണ്ടുപിടിക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ ചങ്ങനാശ്ശേരിയിലൊരു ആരാധനയുടെ സമയത്ത് ഇങ്ങനെ മുട്ട നിന്ന് പ്രാർത്ഥിക്കും. എനിക്കിന്നേരം മരിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നു. അതുപോലെ സീരിയസ് ആയി. 15 ദിവസം ഉപവാസത്തിന്റെ മധ്യത്തിൽ കർത്താവ് വലിയൊരു സഹനം തന്നിരിക്കുക. പ്രിയപ്പെട്ട ഹോസ്പിറ്റലിൽ നിൽക്കണം, ഉപവാസം എടുക്കണം, പ്രാർത്ഥിക്കണം. അപ്പൊ ഞങ്ങളെ ഉള്ളിലേക്ക് ദുഃഖമൊന്നും കടന്നു വന്നില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദീപികാരുടെ ആരാധനയുടെ സമയത്ത് ഇതെന്ത് എന്നെ സംഭവിക്കുന്നത്, കർത്താവ് ഒന്ന് വെളിപ്പെടുത്തി തന്നേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മാലാഖയെ സ്വർഗത്തിൽ ഇങ്ങനെ കാണുകയാണ്. ദൂതൻ പ്രാർത്ഥന കേട്ടു എന്ന് ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്ന സ്വരം കേൾക്കുക. അമ്മ സീരിയസ് ആയിട്ട് മെഡിക്കൽ സെന്ററിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ ഡോക്ടർ അവിടെ സിസ്റ്റേഴ്സ്, ഒരു സിസ്റ്റർ പരിചയമുള്ള ഇവിടെ ശുശ്രൂഷ പങ്കുചേർന്ന ഒരു സിസ്റ്റർ പറയാം, ഞങ്ങൾ പേടിച്ചു പോയി എന്ന് പറഞ്ഞു. ഡോക്ടർമാരെല്ലാം പേടിച്ചു പോയി, എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല, ഒന്നും ചെയ്തിട്ടങ്ങ് ശരിയാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ മധ്യത്തില് ദൈവദൂതൻ പറയുക, ദൂതൻ പ്രാർത്ഥന കേട്ടു, സമയം തെല്ലും തന്നിരിക്കുകയാണ്. ദൂതൻ വരുന്നില്ല, കൊണ്ടുപോകുവാനായി ദൂതൻ കടന്നു വരുന്നില്ല. പ്രിയ ദൈവം വ്യക്തമാക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോടും ദിവ്യകാരുണ്യത്തോടും ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യത്തെ ദൈവം വെളിപ്പെടുത്തും. നമ്മൾ ചുമ്മാ ഒരു പാട്ടായിട്ടൊന്നും. പിന്നെ എനിക്ക് മനസ്സിലായി, ആരാധനയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും മനസ്സിലായി ഈ പാട്ട്. ഞാൻ ജീവിത പങ്കാളിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ഈ പാട്ട് ഓർക്കുക. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതിയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞു. അപ്പൊ എന്നെ സംഭവിച്ചു? പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറയുക, ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ കാരുണ്യോടെ പ്രകടമാകുകയാ. ദൂതൻ പ്രാർത്ഥന കേൾക്കുകയാ, സമയം തെല്ലും തരികയെ. പ്രിയപ്പെട്ടവരെ, മൃതിയുടെ പിടിയിൽ അമർന്നില്ല, കരമൊന്നുയർത്തി വിശ്വാസത്തോടെ, വിശുദ്ധിയോടെ, ദൈവസ്നേഹത്തോടെ, സഹനത്തിന്റെ മധ്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് സംസാരിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഉന്നതമായ അഭിഷേകത്തിനായി കരങ്ങളുയർത്തി വിശ്വാസത്തോടെ ഒരു വിശ്വാസി ദൈവസന്നിധിയിലേക്ക് കരമുയർത്തി ഒന്ന് വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പം ഓരോ പാട്ടുകളും ഓരോ സഭയുടെ ഓരോ കാര്യങ്ങളും ചെയ്തു വെക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാ. അപ്പോൾ ആ പാട്ടിന്റെ ആഴം മനസ്സിലായത്. ദൂതൻ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ എന്നെ സംഭവിക്കും? ഉടനെ സംഭവം സംഭവിക്കും. ദൂതൻ പ്രാർത്ഥന കേട്ടാലോ സമയം കിട്ടുക നമുക്ക് വീണ്ടും. ഇതെല്ലാം സത്യം. ഓരോ സ്ഥലങ്ങളിലും ആത്മീയമായിട്ട് വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ സഭയിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഴമായ പ്രവർത്തനത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കരമൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാ നാം ഓരോരുത്തരും. തീർത്ഥാടകരാ. ദൈവം അനുവദിക്കുന്നില്ലെങ്കിൽ ഈ ഭൂമിയിലായിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. സ്വർഗീയ ജെറുസലേമിലെ ആ ദൈവത്തിന്റെ വലിയ കാരുണ്യം ഇന്ന് ഭൂമിയിൽ അനുഭവിക്കുവാൻ അവിടുന്ന് പരിശുദ്ധ ബലിയിലൂടെ കൃപ തന്നിരിക്കുക. പ്രാർത്ഥിച്ച് സ്വർഗീയ അഭിഷേകം ഭൂമിയിൽ അനുഭവിക്കുവാൻ, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ്, കടന്നു ചെല്ലുന്നതിന് മുമ്പ് അത് മുന്നാസ്വാദനം അനുഭവിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചൊരിയുക പരിശുദ്ധ കുർബാനയിലൂടെ. മക്കള് പ്രാർത്ഥിച്ച്, ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തൊട്ടനുഭവിക്കുവാൻ, ആ വലിയ കാരുണ്യം അനുഭവിക്കുവാൻ അവിടുന്ന് ശക്തി തരണേ. പത്രോസ് പറഞ്ഞ പോലെ ഞങ്ങളിലേക്കൊന്ന് നോക്കാൻ. നിനക്ക് സൗഖ്യം വേണോ? സ്വർണ്ണോ വെള്ളിയോ പൈസയൊന്നും കൊണ്ടൊന്നും സംഭവിക്കത്തില്ല. നസ്രായനായ യേശുവിന്റെ നാമത്തില് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ ഞങ്ങളിലുള്ള വിശ്വാസത്തിലേക്ക് നീ നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ നാമത്തിന്റെ ശക്തിയാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. മക്കള് പ്രാർത്ഥിച്ചേ, ഈശോയെ, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന
ജീവനുള്ള ദൈവമേ, കാൽവരി മലയുടെ നെറുകയിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്നവൻ, രക്ഷയായി തീർന്നവൻ, തലചായ്ച്ച് ജീവൻ വെടിഞ്ഞ് 3 ദിവസം മരണത്തിലകപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് മരണത്തെ പരാജയപ്പെടുത്തിയ ദൈവത്തിൻ്റെ സാന്നിധ്യം, അന്ധകാരത്തെ പ്രകാശപൂർണമാക്കുവാൻ, അന്ധകാരത്തെ അകറ്റിക്കളയുവാൻ വേണ്ടി ലോകത്തിന്റെ പ്രകാശമായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് അപ്പത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ്. പരിപൂർണമായിട്ട് നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ സമ്പത്തിനെ സമർപ്പിക്കാം. ദൈവം ദാനമായിട്ട് തന്നതല്ലാത്ത ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ ഇല്ല കർത്താവേ. മക്കൾ പ്രാർത്ഥിച്ചേ. അവിടുന്ന് ദാനമായി തന്നത് മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. അവിടുന്ന് അനുവദിക്കുന്നെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. കർത്താവേ, നിന്റെ കാരുണ്യം എത്ര വലുതാണ്, നിന്റെ സ്നേഹം എത്ര വലുതാണ്. സുഖപ്പെടുത്തണമേ ആത്മാവിനെയും മനസ്സിനെയും ചിന്തകളെയും ശരീരത്തെ മുഴുവൻ ഈശോയെ സുഖപ്പെടുത്തണമേ. ആബേൽ അർപ്പിച്ച ആദ്യ ബലിയിലൂടെ ദൈവം ചൊരിഞ്ഞ വലിയ കാരുണ്യം, അവൻ ആ ബലിയിൽ സംപ്രീതനാകുക, അവൻ്റെ ആ ബലിയിൽ കർത്താവ് സംപ്രീതനാകുകയും ആബേലിന്റെ ആദ്യ ബലി ദൈവത്തിന് സ്വീകാര്യമായത് കരുതി വെച്ച് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ, ചെയ്യുവാൻ, സമർപ്പിക്കുവാൻ തയ്യാറായ കായേന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആബേലിന്റെ ബലിയിലൂടെ കർത്താവിന്റെ കാരുണ്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് വേണ്ടി ജീവിച്ച്, ദൈവത്തിന് വേണ്ടി കരുതി, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായ ആബേലിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന അതേ ദൈവത്തിന്റെ സാന്നിധ്യം. മക്കൾ പ്രാർത്ഥിച്ചേ. അബ്രാഹാം പിതാവ് കണ്ട ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ്. സഹിയോൻ ഓട്ടുശാലയില് അപ്പസ്തോലന്മാർ പരസ്പരം കണ്ട ദൈവത്തിന്റെ സാന്നിധ്യം, അവരുടെ കാൽ കീഴിലായി സമ്പത്ത് മക്കളെ സകലതും അപ്പസ്തോലന്മാരുടെ കാൽ കീഴിലായത് അവർ പരിശുദ്ധ കുർബാനയോട് അവർ ചേർന്നപ്പോൾ അപ്പത്തിന്റെ രൂപത്തില് എഴുന്നള്ളി വരുന്ന ദൈവത്തിന്റെ കാരുണ്യത്തെ അവർ അനുസ്മരിച്ചപ്പോൾ സഹിയോൻ ഓട്ടുശാലയില് ദൈവത്തിന്റെ കാരുണ്യം അവരിൽ പ്രകടമായത്. മക്കൾ പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാനയോട് അപ്പത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തെ ആഗ്രഹിക്കുമ്പോൾ അതിലൂടെ സമസ്ത മേഖല നമ്മുടെ പാദങ്ങൾക്ക് കീഴിലാവുകയാ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധ കുർബാന വസിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു തിരുവചനങ്ങള് നമ്മുടെ ജീവിതങ്ങളില് പൂർത്തീകരിക്കപ്പെടുവാൻ, വചനം നമ്മുടെ ശരീരങ്ങളില് പരിശുദ്ധ അമ്മയുടെ ശരീരത്തില് മാംസം ധരിച്ചതുപോലെ ദൈവത്തിന്റെ തിരുവചനം ഓരോ ശരീരങ്ങളിലും മാംസം ധരിക്കുവാൻ അവിടുന്ന് അപ്പത്തോട് ചേർന്ന് ദൈവത്തിന്റെ വചനം മാംസരൂപേണ ഇതെന്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് യേശുവിന്റെ ശരീരം നമ്മുടെ ശരീരങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ ശക്തനായവൻ വലിയ കാര്യങ്ങള് ഇതാ ചെയ്തിരിക്കുന്നു. കരമുയർത്തി ഒന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിക്കാമോ? അഭിഷേകം വ്യാപരിക്കട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ശക്തി ഓരോ ദൈവത്തിലും പ്രകടമാകട്ടെ. ശക്തനായവൻ ചെയ്ത വലിയ കാര്യമാണ് ദിവ്യ കാരുണ്യം. കരമുയർത്തി ഒന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിക്കാമോ? കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് എല്ലാത്തിനും സമർപ്പിച്ച് നമുക്ക് ദാനമായിട്ട് ഈ ഭൂമിയിൽ ദൈവം നൽകിയ എല്ലാ ദാനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. മക്കള് പ്രാർത്ഥിച്ചേ. ദൈവം ദാനമായി തന്നല്ല ഒന്നുമില്ല. ഇവിടെ പ്രാർത്ഥനയിൽ കടന്നു വന്നപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ കർത്താവ് വലിയ അനുഗ്രഹം കൊടുത്തു. വിദേശത്ത് സ്കോളർഷിപ്പോടുകൂടി പഠിക്കുവാനുള്ള വലിയ അഭിഷേകം. അത് മൂന്നാമത്തെ അവിടെ വിദേശത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് മൂന്നാമതൊരു കാര്യയുടെ ഒരു പേപ്പറൂടെ ഇങ്ങോട്ട് വരാനുണ്ട്. ആ പേപ്പറിലുള്ള ആ ഒരു വിദ്യാഭ്യാസ മേഖലയാണ് ഈ ഒരു സഹോദരി തിരഞ്ഞെടുക്കേണ്ടത്. 2 വന്നു, മൂന്നാമത്തെ വന്നില്ല. പരിശുദ്ധാത്മാവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് മൂന്നാമത് ഒരെണ്ണോടെ വരാനുണ്ടെന്ന് കാണിച്ചു. അപ്പൊ ഈ സഹോദരി കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. മൂന്നാമത് ഒരു
ഭാര്യയോടെ കടന്നു വന്നു. അപ്പോൾ നല്ല മേഖലയാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥലങ്ങളിലേക്ക് എത്തി, നല്ല ജോലി കിട്ടുന്ന ഒരു മേഖലയാണ്. അത് കണ്ടപ്പോൾ സഹോദരി സന്തോഷമായി. ഇവിടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഡൽഹിക്ക് പോകണം. അപ്പോൾ അമ്മയ്ക്കൊരു ഭയം ഉള്ളിലോട്ട്. അവൾ പോയാൽ ശരിയാവും, അവൾക്ക് ഇച്ചിരി പനിയൊക്കെ വരുന്ന, അവളുടെ പനി വരുന്നതുകൊണ്ട് അവൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ തണുപ്പല്ലേ. ഇവിടെ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെടുവാൻ നമ്മുടെ ഉള്ളിലുള്ള ഭയം നമുക്ക് തടസ്സമായിട്ട് വരിക. ഞാൻ പറഞ്ഞു, ചേച്ചി വിട്ടുകൊടുക്കാൻ പറഞ്ഞു മകളെ. ദൈവത്തിന്റെ മകളാണ്, അവൾക്ക് അവളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ തക്കവിധം അവളെ അമ്മ വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവളിൽ പ്രകടമാകും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, ഇത് തന്നെയാ നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ ബലിയായി എന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇസഹാക്കിലൂടെ പ്രകടമാകുകയാ. കടൽ തീരത്തെ മണൽത്തരുതി പോലെ ഒരു ജനതയെ നിന്നിലൂടെ, നിന്റെ സന്തതികളിലൂടെ ഞാൻ പുറപ്പെടുവിക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനം അവിടെ പ്രകടമാകുകയാ. കരമുയർത്തി ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അബ്രാഹത്തിന്റെ വിശ്വാസവും വിശ്വസ്തയും ദൈവസ്നേഹവും ഓരോ മക്കളിലും പ്രകടമാകുവാൻ കരങ്ങളുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ഹല്ലേലൂയ. അടുത്തത് ആ പെൺകുട്ടി കിട്ടിക്കുന്നത് അറിയുമോ? ISROയിൽ ടെസ്റ്റ് എഴുതാൻ വേണ്ടി അവിടെ പ്രവേശിക്കാൻ വേണ്ടി കർത്താവ് വഴിയൊരുക്കിയിരിക്കുക. സംഭവിച്ചതെന്നറിയുമോ? ഇവിടെ വന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കുക. ദൈവം ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കും. അപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ, പഠിക്കും, ശക്തമായിട്ട് പ്രാർത്ഥിക്കും, ആത്മാവ് നയിച്ചുകൊണ്ട് പോണേ. എവിടെ പരീക്ഷ ഇടണേ അങ്ങോട്ട് പോകും. പ്രിയപ്പെട്ട ആത്മാവ് നയിക്കാൻ തക്ക വിധത്തിൽ, ആത്മാവിന് പ്രവർത്തിക്കാൻ തക്ക വിധത്തിൽ മക്കളെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം അവിടെ പ്രകടമാകുന്നു. ഒരു ചേച്ചി മകളെ ദൈവത്തിന്റെ കാരുണ്യത്തിലൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. ചേച്ചിയുടെ ആഗ്രഹം എന്നറിയോ? മകൾ കൈവിട്ടു പോയെങ്കിലോ. ഉള്ളിൽ ഭയം കയറി വന്നിരിക്കുക. എന്നെ നോക്കാനായിട്ടുള്ള ഏക മകള് അവളെനിക്ക് നഷ്ടമാകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പ്രിയ ദൈവജനമേ, നഷ്ടപ്പെടുകയാ. അവൾക്ക് ദൈവം കൊടുക്കുന്ന സൗഭാഗ്യം ഈ അമ്മ ഇല്ലാതാക്കി കളയുക. നീ ഒരു തലമുറയെ കർത്താവ് അവിടെ കൊടുക്കുകയോ, തലമുറകളിലേക്ക് കർത്താവിന്റെ അഭിഷേകം കൊടുക്കുക. ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ച തമ്പുരാൻ. ചില വ്യക്തി ജീവിതങ്ങൾ ഇങ്ങനെയാ, കുഞ്ഞുങ്ങളെങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും, ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. നീ സ്നേഹിക്കുന്നതിനെ മുഴുവൻ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിന്റെ മേലോ നിന്റെ കുഞ്ഞുങ്ങളുടെ മേലോ പ്രവർത്തിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയം പറഞ്ഞ്, ഇതാ കർത്താവിന്റെ ദാസൻ, എന്റെ മകനെ എന്നിലൂടെ നീ ജനിപ്പിക്കുന്ന നിന്റെ മകനെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ അവിടെയെല്ലാം നിശബ്ദതയോടെ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുമെന്ന് പ്രാർത്ഥിച്ച കന്യാമറിയം ഇതാ കർത്താവിന്റെ ദാസൻ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് സമർപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞു, നിന്റെ ഹിതം നിറവേറട്ടെ. ഇതാ കർത്താവിന്റെ ദാസൻ, ഇതാ കർത്താവിന്റെ ദാസി. അമ്മയിലൂടെ കൃപ മകനിലൂടെ ഒഴുകിയപ്പോൾ അത് രക്ഷയുടെ പൂർണ്ണതയായി തീരുകയാ. മക്കൾ പ്രാർത്ഥിച്ചേ, അമ്മമാര് പ്രാർത്ഥിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈശോയെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയിലൂടെ യേശുവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അഭിഷേകം, ഇതാ കർത്താവിന്റെ ദാസൻ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നെ നിറവേറട്ടെ. പിതാവേ, നിന്റെ ഹിതം ഇതാണെങ്കിൽ അതെന്നെ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ പുത്രൻ അഭിഷേകം ലഭിച്ചത് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എന്റെ കുഞ്ഞുങ്ങളെ കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ കാരുണ്യം ആ കുഞ്ഞുങ്ങളിലോ പ്രകടമാക്കണമേ. അബ്രാഹത്തിൽ നിന്ന് ഇസഹാക്കിലേക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക്, യാക്കോബിൽ നിന്ന് ഇസ്രായേലിലേക്ക് കൊടുത്ത ദൈവത്തിന്റെ കാരുണ്യം കുഞ്ഞുങ്ങളുടെ മേലോ തലമുറകളുടെ മേലോ വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന. കാഴ്ചയെ കൊണ്ടുവന്നിരിക്കുന്ന സമ്പത്തിനെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചേ. ഈശോയെ, ദാനമായി തന്നിരിക്കുന്ന എല്ലാത്തിനും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. സമ്പത്തിനെ സമർപ്പിക്കുക. ഇരട്ടി പങ്ക് അഭിഷേകമാക്കി ഞങ്ങളിലേക്ക് അത് തിരികെ മടങ്ങി വരും. 7 ഇരട്ടി അഭിഷേകമായിട്ട് ഈശോ തിരിച്ചു തരുമെന്ന പ്രഭാഷകന്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നീ സമർപ്പിക്കുന്നത് 7 ഇരട്ടിയായി നിനക്ക് തരും. അപ്പം 10 രൂപ സമർപ്പിച്ചാൽ എന്ത് സംഭവിക്കുന്നത്? 70 രൂപ കിട്ടും. 100 രൂപ സമർപ്പിച്ചാലോ
700 രൂപയായിട്ട് കർത്താവിന് എത്ര കുറച്ച് സമർപ്പിക്കുന്നോ അത്ര കുറവ് കിട്ടും. എന്തുമാത്രം സമർപ്പിക്കാൻ സാധിക്കുന്നോ അത്രമാത്രം അഭിവൃദ്ധി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമെന്ന് പ്രഭാഷകന്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയും കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ദാനമായി തന്നിരിക്കുന്നതിനെ, ദൈവം ദാനമായി തന്നിരിക്കുന്നത്, ആ ദാനമായി തന്നിരിക്കുന്നതിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്വരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെന്നൊന്ന് വിളിക്കാം. എല്ലാവരും വിളിക്കാം. ഒന്ന് ചേർന്ന് വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെയുള്ള ദശാംശത്തിന്റെ കുറേ ഭാഗങ്ങളെടുത്ത് താഴത്തെ നമ്മുടെ പള്ളിയുടെ പരിസരങ്ങളിലെ ടൈലെല്ലാം ഒന്ന് ഇളക്കി മാറ്റുക. പുതിയ ടൈല് നമ്മൾ ഇടാൻ ആഗ്രഹിക്കുക. പരിശുദ്ധമായ സ്ഥലമാണ്. ഒത്തിരിയേറെ തീർത്ഥാടകർ ഇനി കടന്നു വരേണ്ട സ്ഥലമാണ്. നമ്മൾ അവിടെ എല്ലാം ഒന്ന് മനോഹരമാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രേരണ നൽകി. വികാരിച്ചനോട് പറഞ്ഞു, വികാരിച്ചൻ അത് സമ്മതിച്ചിരിക്കുക. അവിടെ നിങ്ങൾ നിങ്ങളുടെ ദശാംശങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക, ഇവിടെ തരിക. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നു. പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും. പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും. ഇല്ല, ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ വീഴുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്. എന്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല. അവൻ വാക്കുമാറുകില്ല.
നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ പുരോഹിതൻ ദൈവജനത്തെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് ഓരോ മക്കളും പ്രാർത്ഥിച്ച് അതിരം തുറന്ന് പ്രാർത്ഥിച്ച് അഭിഷേകത്തോടെ പ്രാർത്ഥിച്ച് സ്വരമുയർത്തി സ്തുതിച്ച് എല്ലാവരും സ്തുതിക്കാമോ? എല്ലാവരും ശക്തമായിട്ട് സ്തുതിക്കാമോ? ഏതെല്ലാം മേഖലയിലോ വെഞ്ചരിപ്പ് ലഭിക്കണം ആ മേഖല എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴുകേണമേ തിരുഹിതമെന്നിൽ നിറവേറണേ, അശുദ്ധിയെല്ലാം നീക്കേണമേ, അഭിഷേകം ചെയ്യണമേ. തിരുരക്തത്താൽ കഴുകേണമേ തിരുഹിതമെന്നിൽ നിറവേറണേ, അശുദ്ധിയെല്ലാം നീക്കേണമേ, അഭിഷേകം ചെയ്യണമേ. എന്നയനങ്ങൾ കഴുകണമേ, കാതുകളെ നീ കഴുകണമേ, ദേഹിദേഹം കഴുകണമേ, ഈശോയെ എന്നെ കഴുകണമേ. എന്നയനങ്ങൾ കഴുകണമേ, കാതുകളെ നീ കഴുകണമേ, ദേഹിദേഹം കഴുകണമേ, ഈശോയെ എന്നെ കഴുകണമേ. തിരുരക്തത്താൽ കഴുകേണമേ തിരുഹിതമെന്നിൽ നിറവേറണേ, അശുദ്ധിയെല്ലാം നീക്കേണമേ, അഭിഷേകം ചെയ്യണമേ. മുട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയും ഈശോയെ നമുക്ക് ആരാധിക്കാം. പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ സർവശക്തനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കർത്താവേ മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. കരങ്ങൾ വീഴ്ത്തി ഒന്നിട്ട് പാടാം. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. ോടൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ, മുഖ്യദൂതന്മാരോടൊത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. കരങ്ങൾ വീഴ്ത്തി ഒന്നിച്ച് പാടാം.
പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ. യേശുവേ നന്ദി. അപ്പത്തിലേക്ക് നമുക്ക് നോക്കാം. ദൈവത്തിന്റെ കാരുണ്യത്തെ, അബ്രാഹത്തിന്റെ ആ വലിയ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പനോട് മകൻ ചോദിക്കുന്നുണ്ട്, ബലിക്കുള്ള മൃഗം എവിടെ? ബലിക്കുള്ള മൃഗം, ദൈവത്തിന്റെ കുഞ്ഞാട്. അത് ദൈവം തരുമെന്നുള്ള അബ്രാഹത്തിന്റെ ആ വലിയ വിശ്വാസം, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, സകല പാപങ്ങളെയും അവിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും നീക്കിക്കളയുന്ന ദൈവത്തിന്റെ കാരുണ്യത്തെ അബ്രാഹാം പിതാവ് കാണുകയാണ്. 3 ദിവസം യാത്ര ചെയ്യുമ്പോഴും ദൈവത്തിന്റെ കാരുണ്യത്തെ തൻ്റെ മുമ്പിൽ പ്രകടമാകും, അത് അനുഭവിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലൂടെ മോറിയ ദേശത്തേക്ക് യാത്ര ചെയ്ത അബ്രാഹാം പിതാവ് തൻ്റെ അരുമസുതനെ, ഏകജാതനെ ബലിയായി നൽകുവാൻ തയ്യാറായപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ കാരുണ്യം ദൈവം തരും. ആ വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ കാരുണ്യം അബ്രാഹാം പിതാവ് അനുഭവിക്കുകയാണ്. അനുസരണയോടെ ഇസഹാക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അപ്പനെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ അനുസരിച്ചുകൊണ്ട് പരിപൂർണമായും തന്നെ സമർപ്പിക്കുവാൻ തയ്യാറായ ഇസഹാക്കിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ കാരുണ്യം കരമൊന്നുയർത്തി അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. കുഞ്ഞാടിനെ ദൈവം തരുമെന്നുള്ള അബ്രാഹത്തിന്റെ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. കാൽവരി മലയിലോ താടിക്കുരിശിലോ മുള്ളിൽ ഉടക്കി കിടക്കുന്ന നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്, പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ഈ ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. ശക്തനായവൻ ഇതാ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയെ, ശക്തി തരുവാൻ, അഭിഷേകം തരുവാൻ. കരമുയർത്തി ഈശോയെന്നൊന്ന് വിളിക്കാമോ? ഇസഹാക്കിനിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന, 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 സ്വരമുയർത്തി ആരാധന, ആരാധന. അബ്രഹാമിൻ ദൈവമേ, അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുകയും, ഇസഹാക്കിന്റെ ദൈവമേ അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുകയും, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുകയും. ആത്മാവിനാൽ
നാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമേ ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമേ ആരാധന. ആരാധന കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന 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 ശക്തിയോടെ ഇസ്രായേലിന്റെ രക്ഷയായ ദൈവം, ചെങ്കടൽ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അവന്റെ ശരീരമാകുന്ന വിരിയിലൂടെ വഴിയൊരുക്കിയ ദൈവത്തിന്റെ കാരുണ്യം, പിതാവിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ തന്റെ ശരീരമാകുന്ന വഴിയിലൂടെ അവിടുന്ന് വഴിയൊരുക്കുകയാണ്. ഈശോയെ, ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുക. അബ്രാഹത്തോട് ദൈവം ചെയ്ത വലിയ കാരുണ്യമാണ് കാൽവരിയിൽ അവിടുന്ന് അർപ്പിച്ച പരിശുദ്ധമായ ബലിയുടെ യോഗ്യത. കരമൊന്നുയർത്തി അബ്രാഹത്തിന്റെ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? ഇസ്ഹാക്കിന്റെ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? യാക്കോബിന്റെ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? തുമ്പങ്ങളെല്ലാം മാറ്റുന്ന ദൈവം, അണയുന്ന നിമിഷമേ ആരാധന. അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമേ ആരാധന. ആരാധന 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 ആരാധന. അബ്രഹാമി നാഥനാരാധന. യാക്കോബിൻ ദൈവമേ ആരാധന. ഇസഹാക്കിൻ ഇടയനേ ആരാധന. ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? 400ഓളം വ്യക്തികളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ആവാസം അനുഭവപ്പെടുന്നതായ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി വിളിക്കാം, യേശുവേന്ന് വിളിക്കാം. ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ഇതാ വ്യാപരിക്കുന്നു. വിശ്വസ്തയുടെ, വിശ്വാസത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ, അഭിവൃദ്ധിയുടെ ആത്മാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മീയവും ഭൗതികമായ 400 വ്യക്തികളെ കർത്താവ് അഭിഷേകം ചെയ്യുന്നതായി പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നുണ്ട്. കരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാം. ദൈവത്തിന്റെ ആത്മാവിനെ വിളിക്കാം. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നുണ്ട്. വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, ഓരോ നിയോഗത്തിന്റെ മേലും ദൈവത്തിന്റെ കാരുണ്യം പ്രകടമാകുന്ന ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാം. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും അവരുടെ കുടുംബത്തെയും ഈശോ അനുഗ്രഹിക്കുന്നതായ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നുണ്ട്. സോണി എന്ന സഹോദരനെ കർത്താവ് അഭിഷേകം ചെയ്യുന്ന ആത്മാവ് വെളിപ്പെടുന്നുണ്ട്. സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ?
പരിശുദ്ധാത്മാവേ, 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 ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, വ്യക്തി ജീവിതത്തിന്റെ മേൽ, കൃഷിയിടങ്ങളുടെ മേൽ, അധ്വാന മേഖലയുടെ മേൽ, ആത്മീയ മേഖലയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. കരമുയർത്തി വിശ്വാസത്തിന്റെ വലിയ ശക്തി വ്യാപരിക്കപ്പെടുന്നുണ്ട്. വിശ്വാസ വർഷത്തിലോ ആഗോള സഭയിൽ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഇപ്പോൾ ഈ ആലയത്തിലേക്ക് നൽകിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വാസ പൂർണ്ണതയിലേക്ക് ഈ ജനത്തെ ഉയർത്തുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. കരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധ പിതാവിലൂടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരമടിച്ച് വിശ്വാസത്തോടെ, വിശ്വാസ വർഷത്തിന്റെ സമാപനത്തിൽ നമ്മളായിരിക്കുന്നത്. പ്രാർത്ഥിക്കും, ഒത്തിരി പ്രാർത്ഥിച്ച മക്കള് പരിശുദ്ധ പിതാവിലൂടെ പത്രോസിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകിയിറങ്ങി വന്ന വിശ്വാസ വർഷത്തിന്റെ പൂർണ്ണത ഇന്ന് നമ്മൾ ഈ ആലയത്തിൽ പൂർണ്ണത പ്രാപിക്കുക. നമ്മൾ ഓരോ വ്യക്തി ജീവിതങ്ങളും വിശ്വാസത്തിന്റെ പൂർണ്ണതയിലായിരിക്കും. പരിശുദ്ധ കുർബാനയിലുള്ള ആഴമായ വിശ്വാസം, അതാണ് സഭ ആഗ്രഹിച്ചത്. മക്കൾ പ്രാർത്ഥിച്ച് കുർബാനയോടുള്ള ആഴമായ വിശ്വാസം അത് പകർന്നു നൽകുന്നത്, അതിൽ യേശുവുണ്ട് എന്നുള്ള ആഴമായ വിശ്വാസം പത്രോസിന് കൊടുത്തത് മാംസരക്തമല്ല, സ്വർഗീയ പിതാവാണ് എന്ന് യേശു പത്രോസിനോട് പറയുന്നുണ്ട്. നരക കവാടം അതിനെതിരെ പ്രബലപ്പെടത്തില്ല. നിന്റെ വിശ്വാസത്തിനെതിരെ ഒരു കാരണവശാലും നരക കവാടം, പൈശാചിക ശക്തികൾ കടന്നു വരത്തില്ല എന്ന് പത്രോസിനോട് പറഞ്ഞു. പത്രോസേ, നിന്റെ വിശ്വാസം പാറ പോലെയുള്ള വിശ്വാസമാ. ആ വിശ്വാസത്തിന്റെ മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. സ്വർഗത്തിന്റെ താക്കോലുകൾ നിന്റെ കൈവശം ഏൽപ്പിച്ചു തരികയാണ്. പത്രോസിന്റെ വിശ്വാസത്തിലേക്ക് ഒരു ദൈവ പൈതൽ ഉയരുമ്പോൾ പ്രിയ ദൈവജനമേ, സ്വർഗത്തിന്റെ താക്കോലുകൾ കൈവശമാക്കപ്പെടുകയാണ്. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും. കരമൊന്ന് ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചേ, എന്നിട്ടൊന്ന് ആഗ്രഹിച്ചേ. മാംസരക്തമൊന്നും അല്ല ഇത് വെളിപ്പെടുത്തുന്നത്, സ്വർഗീയ പിതാവാണ്. പരിശുദ്ധ കുർബാനയിലോ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതിനുള്ളിലോ അപ്പത്തിനുള്ളിലോ ദൈവത്തിന്റെ കാരുണ്യമുണ്ട്. ഉയർത്തെഴുന്നേറ്റവൻ അപ്പത്തിലുണ്ട് എന്നുള്ള ആഴമായ വിശ്വാസം തരുന്നത് മാംസരക്തമല്ല മക്കളെ, സ്വർഗീയ പിതാവാണ്. കരമൊന്നുയർത്തി ആ പിതാവിനെ ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? സ്വർഗീയ പിതാവിനെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തെ ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? പരിശുദ്ധ പിതാവിനോട് ചേർന്ന് വിളിക്കാമോ? എളിമയോടെ വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? വിശുദ്ധിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? അഭിഷേകം, രക്തത്താൽ അഭിഷേകം, എല്ലാവരും ആത്മാവിൻ അഭിഷേകം. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അഗ്നിയാൽ അഭിഷേകം, ഈശോയേ, രക്തത്താൽ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം, അഗ്നിയാൽ അഭിഷേകം,
ശക്തിയാൽ രക്തത്താൽ അഭിഷേകം ശക്തിയോടെ ആത്മാവിൻ അഭിഷേകം ഹല്ലേലൂയ ഹല്ലേലൂയ ആരവമുയരുമ്പോ ബന്ധനമഴിയട്ടെ സ്വരമുയർത്തി കാഹളമുയരുമ്പോ പാപക്കോട്ടകൾ തകരട്ടെ കാഹളമുയരുമ്പോ പാപക്കോട്ടകൾ തകരട്ടെ ശക്തിയോടെ ആത്മീയാൽ അഭിഷേകം അഭിഷേകം രക്തത്താൽ അഭിഷേകം ഈശോയെ ആത്മാവിൻ അഭിഷേകം ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവിൽ നിറഞ്ഞ് അഭിഷേകത്തോടെ ആദിമസഭ പ്രാർത്ഥിച്ചതുപോലെ ഓരോ വിശുദ്ധരും പ്രാർത്ഥിച്ചതുപോലെ ആ പ്രാർത്ഥനയോട് ചേർന്ന് രക്തസാക്ഷിത്വം വഹിക്കുന്ന ആ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ച ആ വലിയ പ്രാർത്ഥനയോട് ചേർന്ന് ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? സ്റ്റെഫാനോസിന്റെ പ്രാർത്ഥനയോട് ചേർന്ന് നിരപാധികൾ ക്ഷമിച്ചുകൊണ്ട് കാൽവരിയിൽ അർപ്പിച്ച പരിശുദ്ധമായ ബലിയുടെ യോഗ്യത സ്വന്തമാക്കിയ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റെഫാനോസിന്റെ ആ വലിയ പ്രാർത്ഥനയോട് ചേർന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? യേശുവിൻ വാഗ്ദാനം ഈ ആത്മാവിൻ അഭിഷേകം ജനതതിയുണരട്ടെ ആത്മാവാൽ നിറയട്ടെ യേശുവിൻ വാഗ്ദാനം ഈ ആത്മാവിൻ അഭിഷേകം ജനതതിയുണരട്ടെ ആത്മാവാൽ നിറയട്ടെ ആത്മീയാൽ അഭിഷേകം രക്തത്താൽ അഭിഷേകം ആത്മാവിൻ അഭിഷേകം ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങൾ വീശിക്കൊണ്ട് ആത്മീയാൽ അഭിഷേകം എല്ലാവരും കരം വീശി രക്തത്താൽ അഭിഷേകം ആത്മാവേ ആത്മാവിൻ അഭിഷേകം ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തിയോടെ ആത്മീയാൽ അഭിഷേകം കരം വീശി എല്ലാവരും രക്തത്താൽ അഭിഷേകം കരങ്ങളിലേക്ക് ആത്മാവിൻ അഭിഷേകം ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകം നിറയട്ടെ ആത്മീയാൽ അഭിഷേകം എല്ലാം കത്തിച്ചാമ്പലാകട്ടെ രക്തത്താൽ അഭിഷേകം അശുദ്ധമായി നീങ്ങട്ടെ ആത്മാവിൻ അഭിഷേകം വിശുദ്ധി നിറയട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ വിശുദ്ധി ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വാസം ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസ്നേഹം ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ കരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ അഭിഷേകം നിറയട്ടെ ഹല്ലേലൂയ 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 യേശുവേ, നന്ദി. സോറിയാസിസ് എന്ന രോഗത്തിൽ നിന്ന് ഒരു വ്യക്തിയെ സുഖപ്പെടുന്നതായി ഈശോ കാണിച്ചു തരുന്നുണ്ട്. ഭയത്തിന്റെ മേഖലയിൽ നിന്ന് 11 വ്യക്തികളെ ആ അവസ്ഥയിൽ നിന്ന് ഈശോ മോചിപ്പിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നുണ്ട്. 11 വ്യക്തികളുടെ ഹൃദയത്തിലുള്ള ഭയം കർത്താവ് എടുത്തു മാറ്റുന്നതായി ആത്മാവ് കാണിച്ചു തരികയും മക്കൾ പ്രാർത്ഥിച്ച് ആത്മാവിന്റെ വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. കാലിന് വേദനയുള്ള ഒരു സഹോദരിയെ ഈശോ സുഖപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നുണ്ട്. തലയിൽ ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുന്നതായി ആത്മാവ് വെളിപ്പെടുന്നുണ്ട്. പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച് സണ്ണി എന്ന സഹോദരനെ ഈശോ അഭിഷേകം ചെയ്യുന്ന ആത്മാവ് വെളിപ്പെടുന്നുണ്ട്. കരങ്ങള് ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ച്
സർവശക്തനായവനെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെന്നേ. ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. പൈശാചികമായ എല്ലാ പീഡകളും നമ്മുടെ ശരീരങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകട്ടെ. ദൈവഹിതത്തിന് പ്രകാരമല്ലാത്തത് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ അശുദ്ധിയും നീങ്ങപ്പെടുകയാണ്. പരിശുദ്ധമായ അഭിഷേകത്തിന്റെ ശക്തിയാൽ ശരീരത്തിന്റെ മേലുള്ള എല്ലാ ആധിപത്യങ്ങളും വിട്ടൊഴിഞ്ഞു പോകുകയാണ്. നമ്മുടെ വ്യർത്ഥമായ ജീവിതത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ അശുദ്ധിയും നമ്മുടെ ഏറ്റെടുത്തുകൊണ്ട് പരിപൂർണമായിട്ട് വിടുതൽ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും. പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച് ആത്മാവിന്റെ വലിയ അഭിഷേകം വ്യാപരിക്കപ്പെടുവാൻ, അവിടുത്തെ അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിച്ച് കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ നിറയ്ക്കണമേ. അവിടുന്ന് സ്വരമുയർത്തി എന്ന് പ്രാർത്ഥിക്കാമെന്ന് സ്തുതിക്കാമോ? ബന്ധനഴിയട്ടെ, ബന്ധനഴിയട്ടെ, ബന്ധനഴിയട്ടെ. എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ നീങ്ങിപ്പോട്ടെ. പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ യേശുവേ ആരാധന. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെതിരെ ഹെരോദേസും പന്ത്യോസ് പീലാത്തോസും വിജാതീയരും ഇസ്രായേൽ ജനങ്ങളോടൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തില് രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. കരമുയർത്തി പരിശുദ്ധാത്മാവേന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേന്ന് വിളിക്കുന്നു, സ്വരമുയർത്തി വിളിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേന്ന് വിളിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ദൈവപിതാവിനെ വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവത്തെ വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. നന്ദി. കൃപ ചൊരിയുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ മകൻ ജോർജിന്റെ PR വിസയ്ക്ക് വേണ്ടി 15 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ മനമുരുകി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആരാധന കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അവന്റെ ഫോൺ വന്നു. അവന് PR വിസയും ശരിയായി എന്ന് വിളിച്ചു പറഞ്ഞു.
ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയും. അതുപോലെ ആ സഹോദരി പറയും, എൻ്റെ സഹോദരിയുടെ മകളുടെ വിവാഹം ഭംഗിയായി നടക്കുന്നതിനും മകനെ കർത്താവ് ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് അതിന് ഓർത്ത് നന്ദി പറയുകയും ലീലാമ്മ എന്ന സഹോദരി ഇടവകയിൽ നിന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തി കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞു. ഇന്ന് ഒരു ചേച്ചി PR കിട്ടാഞ്ഞിട്ട് വളരെ കണ്ണുനീരോടെ വിളിച്ച് ബ്രദറെ പ്രാർത്ഥിക്കണം, മകൾ തിരിച്ചു പോരുവാണെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ ഉപവാസം എടുത്ത് വിശ്വസ്തയോടെ നിന്നപ്പോൾ ദൈവം കാണിച്ച അനന്തമായ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. സീന എന്ന സഹോദരി എടത്തുവായിൽ സാക്ഷ്യപ്പെടുത്തി, എൻ്റെ പേര് സീന സാബു. എൻ്റെ അമ്മയ്ക്ക് BP കൂടി ഒരു വശം തളർന്നു. ഞാൻ ഇവിടെ വന്ന് 2 ആരാധന കൂടി കഴിഞ്ഞപ്പോൾ അമ്മ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആ കുടുംബ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വലിയ കാരുണ്യം. ഒത്തിരി ആഴ്ചകൾ മാസങ്ങളോളം കടന്ന് ഇങ്ങനെ സ്ട്രോക്കൊക്കെ വന്ന് മരിച്ചു പോകുന്നവരുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഈ ആലയത്തിൽ 2 ആഴ്ച ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വലിയ കാരുണ്യം അമ്മയിൽ പ്രകടമാകാൻ തുടങ്ങിയെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുക. തളർച്ച മാറി എഴുന്നേറ്റിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമുയർത്തി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കുരുടരും മുടന്തരും സൗഖ്യമാകുന്നു, ബധിരന്മാർ യേശുവിന്റെ സ്വരം കേൾക്കുന്നു. കുരുടരും മുടന്തരും സൗഖ്യമാകുന്നു, ബധിരന്മാർ യേശുവിന്റെ സ്വരം കേൾക്കുന്നു. കുഷ്ഠരോഗം മാറിയവർ സ്തുതിച്ചിടുന്നു, രക്തസ്രാവക്കാരി ശക്തി തൊട്ടറിയുന്നു. കുഷ്ഠരോഗം മാറിയവർ സ്തുതിച്ചിടുന്നു, രക്തസ്രാവക്കാരി ശക്തി തൊട്ടറിയുന്നു. മറിയാമ്മ എന്ന സഹോദരി മാവേലിക്കരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുക. എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷി എഴുതുന്നത്. എൻ്റെ മകൻ ഒരു ചതിയിൽ പെടുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഞാൻ അവനോട് പറഞ്ഞു, നിന്നെ അവർ ചതിക്കും, അവരുമായി കൂടരുതെന്ന് പറഞ്ഞു. അവൻ അത് ചെവിക്കൊണ്ടില്ല. ഞാൻ 20 ആഴ്ചയായി ഇവിടെ വന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുവാൻ തുടങ്ങിയിട്ട് അവന് ചതി മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചതി അവന് മനസ്സിലാകുകയും അതിൽ നിന്ന് അവൻ മോചനം നേടുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഈ അനന്തമായ കാരുണ്യത്തെയോർത്ത് ആ അമ്മച്ചി നന്ദി പറയുക. കരമുയർത്തി നമുക്ക് ഒരുമിച്ച് ചേർന്ന് അമ്മച്ചിയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആയിരിക്കുന്ന അവസ്ഥകളിലേക്ക് കടന്നു ചെന്ന് ആ തടസ്സങ്ങളെ നീക്കിക്കളയുന്ന ദൈവത്തിന്റെ കാരുണ്യം ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേന്ന് വിളിക്കാമോ? നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. എരുമേലിൽ നിന്ന് തോമസ് എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയും മകൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടി, വിവാഹം കഴിഞ്ഞു, മരുമോളെയും കൊണ്ടുപോകാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവരെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ജോലി മാറിക്കിട്ടുന്നതിന് വേണ്ടി കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥന സഹായം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വിവരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിയോഗം വെച്ച് തുടർച്ചയായിട്ട് വന്ന് ആരാധനയെ പങ്കുചേരാൻ പറഞ്ഞു.
പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ രണ്ടുപേരും ഒരു ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതി. ആ പരീക്ഷയിൽ രണ്ടുപേരും പാസ്സായി. ദൈവം കാണിച്ച അനന്തമായ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുകയും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ കർത്താവ് തന്നെ മുന്നേ പോയി അവർക്ക് ആവശ്യമായത് മുഴുവൻ ചെയ്തു കൊടുക്കുക. ദൈവത്തിൻ്റെ കാരുണ്യം. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളോടും പറയുകയും പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ എന്ത് നിയോഗം വെച്ചാണ് പ്രാർത്ഥിക്കുന്നെങ്കിലോ ആ നിയോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം പ്രകടമാകുകയും ദൈവത്തിൻ്റെ മഹത്വത്തോടെ വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഈ കുടുംബത്തോട് ചേർന്ന് വർഷങ്ങളായിട്ട് 8-9 വർഷമായിട്ട് ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം. ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ശുശ്രൂഷ ആരംഭിക്കുന്ന ആ സമയം മുതൽ ഇന്നുവരെ കർത്താവിൻ്റെ ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന ഈ കുടുംബത്തെ ദൈവം വലിയ അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കരമുയർത്തി എരുമയിൽ നിന്ന് ദൂരെ യാത്ര ചെയ്ത് ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് വർഷങ്ങളായിട്ട് കടന്നു വരുന്ന സഹോദരനെ അപ്പച്ചനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടൊന്ന് കരമുയർത്തി ഒന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം കൃപയായി, സത്യമായി, ജീവനായി, ആത്മാവായി വ്യാപരിക്കും. കരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ നിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. കുഞ്ഞമ്മ എന്ന സഹോദരി ആർപ്പുക്കരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഇവിടെ നിങ്ങൾ സാക്ഷ്യം തരുമ്പോൾ അതിൽ മൊബൈൽ ഫോൺ നമ്പരോടെ ഒന്ന് ആഡ് ചെയ്ത് ഒത്തിരി നല്ലതായിരിക്കും. ഞാൻ മുടങ്ങാതെ തുടക്കം മുതൽ ആരാധനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന കുടമാളൂർ ഇടവകാംഗമാണ്. എണ്ണിയാൽ തീരാത്ത നിരവധിയായ അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. അതെല്ലാം അപ്പോൾ തന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവം അനുവദിച്ചു. ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുകയും 6 മാസമായി വിദേശത്തായിരുന്ന എനിക്ക് നെറ്റിലൂടെ ആരാധനയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് വലിയ അനുഗ്രഹമായി. അതിന് സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുകയും നവംബർ 1-ാം തീയതിയിലെ പ്രാർത്ഥനയ്ക്ക് 4 ദിവസം മുമ്പ് എൻ്റെ ഇടത് കൈയുടെ 2 വിരലുകൾ കോച്ചി പോവുകയായിരുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. 1-ാം തീയതിയിലെ ആരാധന കഴിഞ്ഞപ്പോൾ വേദനയില്ല, കോച്ചിലും മാറിക്കിട്ടി. ദൈവത്തിന് 1000 നന്ദി പറയുക. നവംബർ 15-ാം തീയതിയിലെ പ്രാർത്ഥനയ്ക്ക് 3 ദിവസം മുമ്പ് മകൻ്റെ ഭാര്യയ്ക്ക് നടുവേദന കൊണ്ട് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലായി. ആശുപത്രിയിലേക്ക് മാറ്റി മരുന്നും ഇഞ്ചക്ഷനും എല്ലാം ചെയ്തെങ്കിലും നടക്കാൻ പാടില്ലായിരുന്നു. 15-ാം തീയതിയിലെ ആരാധനയുടെ അന്ന് തനിയെ എഴുന്നേറ്റ് കാല് നിരക്കി ആരാധന കൂടുവാൻ അടുത്ത മുറിയിൽ വന്നു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. നടുവേദന മാറിയെങ്കിലും അന്നു മുതൽ നടക്കുവാൻ സാധിച്ചു. മാറിയില്ലെങ്കിലും നടക്കാൻ സാധിച്ചു. പരിപൂർണമായ സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചുവെന്ന് ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയും കരങ്ങൾ ഉയർത്തി ദൈവത്തിന് 2 പീഡകളിൽ നിന്ന് ആ കുടുംബത്തെ പരിപൂർണമായിട്ട് മോചിപ്പിച്ചു. 2 ബന്ധനങ്ങൾ പൂർണ്ണമായിട്ട് തകർക്കപ്പെട്ട് 15 ദിവസത്തെ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ജീവിത വ്യാധികൾ പുറത്തു പോകുമെന്ന ദൈവത്തിന്റെ തിരുവചനം അവിടെ മേൽ പൂർത്തീകരിക്കപ്പെട്ട് കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേന്ന് വിളിക്കാമോ? നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. ലതാ ജോൺ എന്ന സഹോദരി എടത്തുവായിൽ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എനിക്ക് പെട്ടെന്ന് തലവേദന വന്നു. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും എൻ്റെ ഇടതുവശം മുഴുവൻ തളർന്നു.
എൻ്റെ സംസാരശേഷി നഷ്ടമായി. തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഐസിയുവിൽ 7 ദിവസം കടന്നു. എൻ്റെ അമ്മയും ഞാനും ഒക്കെ ഇവിടെ 4 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഉടനെ അമ്മ ഇവിടെ മാർട്ടിൻ ബ്രദറിനെ വിളിച്ച് പറഞ്ഞ് ആരാധന നടത്തി. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. കരങ്ങൾ ഉയർത്തി ആ വലിയ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ചേച്ചി സാക്ഷ്യപ്പെടും. എൻ്റെ മകൻ ഷാരോൺ കുട്ടൻ്റെ വിദ്യാഭ്യാസ ലോൺ ഇതുവരെയും കിട്ടാതെ വിഷമിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവ്യബലിയും ആരാധനയും ഞാൻ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ തടസ്സം കർത്താവ് മാറ്റി തന്ന, ലോണിൻ്റെ മേഖലയിലെ തടസ്സം മാറ്റി തന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്ക് നമുക്ക് കാര്യങ്ങൾ ഉയർത്തി. ഇന്നലെ ഞങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് വിളിച്ച് ലോൺ ശരിയായി എന്ന് അവർ പറഞ്ഞു എന്ന് സാക്ഷ്യപ്പെടുത്തി കാര്യങ്ങൾ ഉയർത്തി. നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിന്റെ കാരുണ്യം വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളില. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്നതേ ശുവത്രേ ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നതേ ശുവത്രേ ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്ക്
എനിക്കെതിരായിടും. എന്റെ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. കരങ്ങളുയർത്തി എടുത്തു പാടാം. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 നമുക്ക് മുട്ടുമേലായിരിക്കാം. എല്ലാ നിയമങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുക. ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെ ഓർത്ത് ദൈവത്തിനെ നന്ദി പറയുക. ഈ ശുശ്രൂഷയോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്ന, ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന മുഴുവൻ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഇവിടെയും വിദേശത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും, ഇന്റർനെറ്റിലൂടെ എല്ലാ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. അമേരിക്കയിലൊക്കെ ഉറക്കളിച്ചിരുന്ന ഈ ശുശ്രൂഷ പങ്കുചേരുന്ന മക്കളുണ്ട്. മല്ലപ്പള്ളിയിലുള്ള ഒരു കുടുംബം ഒത്തിരിയേറെ അസ്വസ്ഥതയിലൂടെ കടന്നു പോവുകയാണ്. പരീക്ഷ എഴുതാൻ സാധിക്കില്ല. ആ സമയത്ത് ആ സഹോദരിക്ക് ശക്തമായ തലവേദന അനുഭവം ഉണ്ടാകും. പരീക്ഷ എഴുതാൻ സാധിക്കാതെ നമ്മൾ ഈ ശുശ്രൂഷ ഇന്റർനെറ്റിലൂടെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വലിയ കാരുണ്യം ആ സഹോദരിയുടെ തലവേദന വിട്ടൊഴിഞ്ഞു പോയി. ഒത്തിരിയേറെ കൃപ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന മക്കളിലേക്കും ഈ അഭിഷേകം പകരപ്പെടുന്നുണ്ട്. നമ്മുടെ വലിയ വിശ്വാസം കൃപയായി മറ്റുള്ളവരിലേക്ക് ഒഴുകപ്പെടുകയും കർത്താവിൻ്റെ വലിയ കാരുണ്യം ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വൈദികരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ വൈദികരുണ്ട്, സന്യസ്തരുണ്ട്. ഈ ശുശ്രൂഷയുടെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, സഭാപിതാക്കന്മാരുണ്ട്. നമുക്ക് കരങ്ങൾ ഉയർത്തി ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയായി തീരുവാൻ, ഈ ഇടവകയ്ക്ക്, ഈ ഫൊറോനായ്ക്ക് വലിയ അനുഗ്രഹമായി തീരുവാൻ കർത്താവേ നിന്റെ കാരുണ്യം, അനേകം മക്കള് മാനസാന്തരപ്പെട്ട പരിശുദ്ധ കുർബാനയിലെ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുവാൻ തക്കവിധം ഈ ശുശ്രൂഷയെ ഈ വർഷത്തില് വലിയ അഭിഷേകത്തിന് ശുശ്രൂഷയായി അവിടുന്ന് ഉയർത്തണമേ. ദാസന്റെ മേലും ഈ ദാസനോട് ചേർന്നിരിക്കുന്ന ഈ ജനത്തിന്റെ മേലും അവിടുന്ന് കരുണ കാണിക്കണം. ഈ ശുശ്രൂഷ നടക്കുന്ന എല്ലാ ദേവാലയത്തിന്റെ മേലും, അവിടെ ആയിരിക്കുന്ന ജനത്തിന്റെ മേലും, ഈ ദേശത്തിന്റെ മേല്, ഈ പല ദേശത്തു നിന്ന് കടന്നു വരുന്ന മക്കളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേല് എല്ലാം കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നിയോഗത്തിലേക്കും ദൈവത്തിന്റെ മഹത്വം ഓരോ മേഖലയിലേക്കും കടന്നു വരുവാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ അഭിഷിക്തനോട് ചേർന്ന് നമുക്ക് ഒന്നു ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ജനത്തോട്, ഈ സമൂഹത്തോട് വലിയ കാരുണ്യം കാണിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തിയ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ട് വിശ്വാസത്തില് ഞങ്ങളെ ഓരോരുത്തരെയും ആഴപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആലയത്തിലുള്ള ദൈവത്തിന്റെ മഹത്വത്തെ അവിടുന്ന് ഞങ്ങൾക്ക് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വെളിപ്പെടുത്തി തരുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാം. പരിശുദ്ധ കുർബാനയില് വസിക്കുന്ന, അപ്പത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തെ ഒന്ന് വിളിക്കാം. ഈശോയേന്ന് വിളിക്കാം, യേശുവേന്ന് വിളിക്കാം. ഇവിടെ ആയിരിക്കുന്ന മുഴുവൻ മക്കളിലേക്കും, ഇന്റർനെറ്റിലൂടെ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്കും വലിയ കാരുണ്യം വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി യേശുവേന്ന് വിളിക്കുന്നു. സ്വർഗ്ഗത്തിൽ നിന്നാ
നൽകുമോരപ്പം നീ മർത്യനുമോക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനിൽ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗ്ഗത്തിനാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനുമോക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സരസുതരേ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഇന്ന് ആരാധന ഏറ്റെടുത്ത കുടുംബങ്ങളെയും അവിടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുകയും ജീവികാണ്ഡനാഥന്റെ സന്നിധിയിൽ സമ്പത്ത് സമർപ്പിച്ചിരിക്കുന്ന സ്വതന്ത്രകാഴ്ചയിലൂടെ സമ്പത്ത് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്വരങ്ങൾ ഉയർത്തി ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും അവരുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും ഈശോയെ അവിടുത്തെ കാരുണ്യം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മുഴുവൻ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സർവശക്തനായവനെ ഒന്ന് വിളിക്കാമോ? പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്നവനെ ഒന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കുന്നു. അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം വ്യക്തി ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കുന്നു. സ്വരമുയർത്തി വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. എല്ലാ പൈശാചിക ബന്ധനങ്ങളും, എല്ലാ പൈശാചിക ഉപദ്രവങ്ങളും വ്യക്തികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, ശുശ്രൂഷയിൽ നിന്ന്, ശുശ്രൂഷാ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിത്യനരകത്തിലേക്ക് അവ നിബന്ധിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി യേശുവേ എന്ന് വിളിക്കുന്നു. ഭവനമില്ലാത്ത വ്യക്തികൾ യേശുവിനെ വിളിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ വിളിക്കുന്ന യേശുവേ എന്ന് വിളിക്കുന്നു. കടബാധയിലായിരിക്കുന്ന മക്കളെ യേശുവേ എന്ന് വിളിക്കുന്നു. രോഗികളായിരിക്കുന്ന മക്കളെ യേശുവിനെ വിളിക്കുന്നു. ജോലി തടസ്സമുള്ള മക്കളെ യേശുവിനെ വിളിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന.
പെസഹ തിരുനാളേ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തെ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകയണച്ചിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകയണച്ചിടാം അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാപത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നേക്കുമാമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ പാടും നിൻ പുകഴെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമ നിറഞ്ഞവൻ